വിസ്ഡം മുജാഹിദുകളുടെ പേരിൽ, ആദർശമുള്ള മുജാഹിദുകളുടെ പേരിൽ ശിർക്കാരോപണം നടത്തുന്നതിനു വേണ്ടി ബഹുമാന്യനായ സുഹൃത്ത് അബ്ദുറഹ്മാൻ സാഹിബ് KNMന്റെ ഭാഗത്തു നിന്നുകൊണ്ട് സംസാരിക്കുന്ന അദ്ദേഹം ഇവിടെ അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആനിലുള്ള ഉമ്മുൽ ഖുർആൻ സൂറത്തുൽ ഫാത്തിഹയിലെ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന ആയത്ത് ഉദ്ധരിച്ചു. അതേപോലെ തന്നെ ഇദാ സഅൽത ഫസ്അലില്ലാ വ ഇദാ ഇസ്തഅൻത ഫസ്തഇൻ ബില്ലാ എന്ന സ്വഹീഹായ ഹദീസും ഇവിടെ ഉദ്ധരിക്കുകയുണ്ടായി. ബഹുമാന്യനായ അബ്ദുറഹ്മാൻ സാഹിബ് ഈ ഉദ്ധരിച്ചിട്ടുള്ള ആയത്തുകളും അതേപോലെ തന്നെ ഇവിടെ പറഞ്ഞിട്ടുള്ള സ്വഹീഹായ ഈ ഹദീസ്, താങ്കൾ ഉദ്ധരിച്ച ആയത്ത്, താങ്കൾ ഉദ്ധരിച്ച സ്വഹീഹായ ഹദീസ്, അതിൻ്റെ തഫ്സീറും ഈ ആയത്തിൻ്റെ ആധികാരികമായ തഫ്സീറും ഹദീസിൻ്റെ ആധികാരികമായ ശറവും കൊണ്ടുവന്ന് ഏത് മുഫസ്സിരീങ്ങളാണ്, ഏത് മുഹദ്ദിസീങ്ങളാണ് ജിന്നുകളോടുള്ള എല്ലാ സഹായ ചോദ്യങ്ങളും എല്ലാ ഇസ്തിആനത്തും മുത്ലഖൻ ശിർക്കാണ് എന്ന് പറഞ്ഞ ഒരു ഇബാറത്ത് താങ്കൾ ഇവിടെ കൊണ്ടുവന്ന് താങ്കൾ അതിന് കൃത്യമായി ഈ ചോദ്യങ്ങൾക്ക് മറുപടി നൽകണം എന്ന് താങ്കളോട് ആവശ്യപ്പെടുകയാണ്. അതോടൊപ്പം താങ്കൾ വിഷയാവതരണത്തിൽ എന്താണ് ഭൗതികം, എന്താണ് അഭൗതികം എന്നൊക്കെ ഇവിടെ ചർച്ച ചെയ്തിട്ടുണ്ട്. KNM സംഘടനാവാദികളായ നിങ്ങൾക്ക് ഞാൻ എൻ്റെ വിഷയാവതരണത്തിൽ പറഞ്ഞതുപോലെ എന്താണ് ശിർക്കും തൗഹീദും നിങ്ങൾക്കറിയാതെ പോയി, എന്താണ് ഭൗതികം അഭൗതികം എന്ന് നിങ്ങൾക്കറിയാതെ പോയി. ഈ ആശയക്കുഴപ്പം തന്നെയാണ് നിങ്ങൾക്ക് സംഭവിച്ചത്. നിങ്ങൾ ഷിർക്കിൻ്റെയും തൗഹീദിൻ്റെയും ദുആഇൻ്റെയും ഇബാദത്തിൻ്റെയും തഅരീഫ് നിങ്ങൾ പഠിക്കുന്നില്ല, അത് അംഗീകരിക്കുന്നില്ല. നിങ്ങൾ അഖലാനിയത്താണ് പറയുന്നത്, നിങ്ങൾ അഖല് കൊണ്ട് പറയുന്നു, നഖല് കൊണ്ട് നിങ്ങൾ പറയുന്നില്ല. ഇതാണ് നിങ്ങൾക്ക് സംഭവിച്ച ഏറ്റവും വലിയ ഷിർക്കാരോപണം നടത്തിയ നിങ്ങൾ ഷിർക്കിൽ ചെന്നാപതിക്കുവാനുണ്ടായ കാരണം ഇതാണ്. ബഹുമാന്യനായ ബാവ സാഹിബ്, ഒരു ആയത്ത് ഞാൻ അങ്ങയെ ഓർമ്മപ്പെടുത്താൻ ഉദ്ദേശിക്കുകയാണ്. നിങ്ങൾ വാക്ക് പാലിക്കണം. മുമ്പ് നിങ്ങൾ ഒരു വോയിസിൽ പറഞ്ഞിരുന്നു, ആരും ബ്രാൻഡ് നെയിം ഉപയോഗിക്കരുത്, കോക്കസ് എന്നോ മടവൂരി എന്നോ അല്ലെങ്കിൽ ജിന്നൂരി എന്നോ ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞിരുന്നു. മാന്യമായി സംസാരിക്കണം എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ നിങ്ങൾ അത് പാലിക്കുന്നില്ല. അള്ളാഹു പറയുന്നു, യാ അയ്യുല്ലദീന ആമനു ലാ തഖൂലു മാ ലാ തഫ്അലൂൻ കബറ മഖ്തൻ ഇൻദല്ലാഹി അൻ തഖൂലൂന മാ ലാ തഫ്അലൂൻ. സത്യവിശ്വാസികളെ, നിങ്ങൾ ചെയ്യാത്തത് എന്തിന് പറഞ്ഞു നടക്കുന്നു? നിങ്ങൾ ചെയ്യാത്തത് പറയുക എന്നുള്ളത് അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയ ക്രോധത്തിന് കാരണമായിരിക്കുന്നു എന്ന ആയത്ത് അങ്ങയെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങൾ വ്യക്തിവിരോധം പ്രചരിപ്പിക്കുകയാണ് സത്യത്തിൽ സംഭവിച്ചിട്ടുള്ളത്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ പറഞ്ഞു പോയ ഒരു വാക്ക്, അള്ളാഹുവിൻ്റെ റസൂൽ, അള്ളാഹുവിൻ്റെ ഖുർആനിൻ്റെ പിമ്പലമില്ലാത്ത, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിമ്പലമില്ലാത്ത, മുജ്തഹിദുകളായ മുൻകഴിഞ്ഞ മഹാത്മാരുടെ ആരുടെയും പിന്തുണയില്ലാത്ത ഒരു വാക്ക് നിങ്ങൾ മാസികയിൽ എഴുതുകയും ആ മാസികയിലെ വാചകങ്ങൾ തിരുത്തണമെന്നാവശ്യപ്പെട്ട് ധാർഷ്ട്യം കാരണം തിരുത്താതെ നിങ്ങൾ അതാണ് ശരിയെന്ന് വാശി പിടിക്കുകയും ചെയ്യുക മാത്രമാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ നിങ്ങൾ ചോദിച്ചത് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന ആയത്ത് ഞാൻ ഓതി. അള്ളാഹുവെ, നിന്നെ മാത്രമേ ഞങ്ങൾ ആരാധിക്കുകയുള്ളൂ, നിന്നോട് മാത്രമേ ഞങ്ങൾ സഹായം തേടുകയുള്ളൂ എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയും ദിനേന പല തവണ നമ്മെ കൊണ്ട് അത് ആവർത്തിപ്പിക്കുകയും ചെയ്യുന്നു അള്ളാഹു സുബ്ഹാനഹു വ തആല. ആ ആയത്തിൻ്റെ വിശദീകരണമായ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം നമുക്ക് പരിശോധിക്കാവുന്നതാണ്. പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബികളോട്, നാട്ടുകാരോട്, കുടുംബങ്ങളോട്, അയൽവാസികളോട്, അമുസ്ലിങ്ങളോട് പോലും സഹായം തേടിയിട്ടുണ്ട്, ഇല്ലേ? അതുകൊണ്ട് തന്നെയാണ് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആണല്ലോ ഖുർആനിൻ്റെ ആയത്തുകളെ വിശദീകരിക്കേണ്ടത്. അവിടെ നിന്റെ വാചകമാണ് ഞാൻ രണ്ടാമത് നിങ്ങൾക്ക് ഉദ്ധരിച്ചത്. ഏറ്റവും വലിയ തഫ്സീർ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് തന്നെയാണ്.
ആ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് ഇദാ സഅൽത ഫസ്അലില്ല വഇദസ്തഅൻത ഫസ്തഇൻ ബില്ലാ എന്ന ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് ഇമാം നവവി തങ്ങൾ അദ്ദേഹത്തിൻ്റെ ശറഹ് അർബഈൻ ഹദീസ് എന്ന കിതാബിൽ ഇപ്രകാരം എഴുതി കാണുന്നു: നീ ചോദിക്കുകയാണെങ്കിൽ അള്ളാഹുവിനോട് ചോദിക്കുക എന്ന നബി വചനം സൂചിപ്പിക്കുന്നത് ഒരു അടിമക്കും തൻ്റെ മനസ്സിനെ അള്ളാഹു അല്ലാത്തവരോട് ബന്ധിപ്പിച്ചുകൂടാ എന്നാണ്. എന്നു മാത്രമല്ല, തൻ്റെ എല്ലാ കാര്യത്തിലും അവൻ അള്ളാഹുവിനെ അവലംബിക്കണം എന്നാണ്. പിന്നീട് അവൻ ചോദിക്കുന്ന ആവശ്യം സാധാരണയായി സൃഷ്ടികളുടെ കൈകളിലൂടെ നേരിട്ട് നടക്കുന്നവയല്ലെങ്കിൽ അത് അള്ളാഹുവിനോട് തന്നെ ചോദിക്കണം. സന്മാർഗലബ്ധി, വിജ്ഞാനം ലഭിക്കുക, ഖുർആനിലും സുന്നത്തിലും അറിവ് ലഭിക്കുക, രോഗശമനം, ആരോഗ്യം എന്നിവ ലഭിക്കുക, ഭൗതിക പരീക്ഷണങ്ങളിൽ നിന്ന് സൗഖ്യം ലഭിക്കുക, പരലോക ശിക്ഷയിൽ നിന്ന് മോക്ഷം ലഭിക്കുക ആദിയായ ഉദാഹരണങ്ങളാണ്. ഇനി അവൻ്റെ ആവശ്യം സാധാരണഗതിയിൽ സൃഷ്ടികളുടെ കൈകളിലൂടെ നടക്കുന്നവയാണെങ്കിൽ, ഉദാഹരണം തൊഴിലുടമകളിൽ നിന്ന് നിർമ്മാണശാലകളുടെ ഉടമസ്ഥൻ, ഭരണാധികാരികൾ എന്നിവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണെങ്കിൽ അവരുടെ മനസ്സുകളെ അവൻ്റെ ചോദിക്കുന്നവരുടെ മേൽ അനുകമ്പയുണ്ടാക്കാൻ വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം എന്നാണ് ഇമാം നവവി തങ്ങൾ അദ്ദേഹത്തിൻ്റെ ശറഹ് അർബഈൻ എന്ന കിതാബിൽ ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് സമയം കഴിഞ്ഞുകൊണ്ട് അസ്സലാമു അലൈക്കും. KNM സംഘടനാവാദിയായ എൻ്റെ സുഹൃത്ത് അബ്ദുറഹ്മാൻ സാഹിബ് എവിടെ ഒന്നാമത്തെ ചോദ്യത്തിന് മറുപടിയോടെ ആദർശമുള്ള മുജാഹിദുകളെ ശിർക്കാരോപണം നടത്തുന്നതിന് വേണ്ടി നിങ്ങൾ അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആനിനെയാണ് പച്ചയായി നിങ്ങൾ ദുർവ്യാഖ്യാനം ചെയ്യുന്നത്, സ്വഹിയായ ഹദീസുകളെയാണ് പച്ചയായി നിങ്ങൾ ദുർവ്യാഖ്യാനം ചെയ്യുന്നത്. നിങ്ങൾ വിശദീകരിക്കണം. എന്താണ് ഷിർക്കിന്റെ മാനദണ്ഡം? താരീഫ് നിങ്ങൾ പറയണം. എന്താണ് ഇബാദത്തിന്റെ മാനദണ്ഡം? താരീഫ് നിങ്ങൾ പറയണം. എന്താണ് തൗഹീദിന്റെ മാനദണ്ഡം? താരീഫ് നിങ്ങൾ പറയണം. എന്താണ് ദുആഇന്റെ പ്രാർത്ഥനയുടെ താരീഫ് നിങ്ങൾ പറയണം, നിർവചനം നിങ്ങൾ പറയണം. നിങ്ങളുടെ തൊള്ളപ്പൂട്ട് ഇസ്ലാമിൽ തെളിവല്ല. നിങ്ങൾ കുറെ പ്രസംഗിച്ചത് കൊണ്ട് കാര്യമില്ല. മൗലവി സാഹിബ്, ഇത് സംവാദമാണ്. ചോദ്യത്തിന് കൃത്യമായ മറുപടി പറയണം. ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ എന്ന ആയത്തിന്റെ ആധികാരികമായ തഫ്സീർ കൊണ്ടുവന്ന്, അതല്ലെങ്കിൽ സ്വഹിയായ ഹദീസിന്റെ ശറഹ് കൊണ്ടുവന്ന് ജിന്നുകളോടുള്ള മുഴുവൻ ഇസ്തിആനത്തും, മുഴുവൻ സഹായ ചോദ്യങ്ങളും, മുഴുവൻ സഹായ തേടലും മുത്ലഖൻ ശിർക്കാണ് എന്ന് ഏത് ആയത്തിന്റെ അടിസ്ഥാനത്തിലാണ്, ഏത് ആധികാരികമായ മുഫസ്സിറാണ് പറഞ്ഞിട്ടുള്ളത്? ഏത് ആധികാരികമായ മുഹദ്ദിസീങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്? ആധികാരികമായ ഇമാമിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? ഇബാറത്ത് കൊണ്ടുവന്നിട്ടാണ് താങ്കൾ ഇവിടെ പറയേണ്ടത്, വിശദീകരിക്കേണ്ടത്. ഇത് സംവാദമാണ് എന്നത് ഓർക്കണം. താങ്കൾ ഇവിടെ വിഷയാവതരണത്തിൽ എന്താണ് ഭൗതികം, എന്താണ് അഭൗതികം, എന്താണ് ഭൗതിക കഴിവ്, എന്താണ് അഭൗതിക കഴിവ്, എന്താണ് സൃഷ്ടിക്കഴിവ് എന്നൊക്കെ, മനുഷ്യ കഴിവ് എന്നൊക്കെ വിഷയാവതരണത്തിൽ താങ്കൾ ഇവിടെ സൂചിപ്പിച്ചു. ഇതിൽ നിന്നുകൊണ്ട് താങ്കളോട് രണ്ടാമത്തെ ചോദ്യം ചോദിക്കുവാൻ ഈ ഉള്ളവൻ ആഗ്രഹിക്കുകയാണ്. ഇസ്തിആനത്തു ബിൽ ജിന്നി എന്ന വിഷയം ചർച്ച ചെയ്യുമ്പോൾ അള്ളാഹുവിൻ്റെ സൃഷ്ടികളായ ജിന്നും മലക്കും ഭൗതികമാണോ അഭൗതികമാണോ? അവരുടെ കഴിവുകൾ ഭൗതികമാണോ അവരുടെ കഴിവുകൾ അഭൗതികമാണോ എന്നത് കൃത്യമായി രണ്ടാമത്തെ ചോദ്യമാണ്. ഒന്നാമത്തെ ചോദ്യത്തിനും രണ്ടാമത്തെ ചോദ്യത്തിനും KNM സംഘടനാവാദിയായ മൗലവി സാഹിബ് കൃത്യമായ മറുപടി പറയണം. ഇത് സംവാദമാണ് എന്ന് ഓർക്കണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാന്യനായ എൻ്റെ സഹോദരൻ ബാവ സാഹിബിന് ആധികാരികമായ ഖുർആൻ വിശദീകരണം എന്താണെന്ന് മനസ്സിലായിട്ടില്ല എന്ന് തോന്നുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏൽപ്പിച്ച ഉത്തരവാദിത്തമാണ് ഖുർആൻ വിശദീകരിക്കുക എന്നത്. ലിതുബയ്യിന ലിന്നാസ്, ജനങ്ങൾക്കത് വിശദീകരിച്ചു കൊടുക്കുക എന്നത് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൗത്യമാണ്. അവിടുത്തെ ജീവിതത്തിലൂടെ, അവിടുത്തെ കൽപ്പനകളിലൂടെ, അവിടുത്തെ മൗനാനുവാദത്തിലൂടെ ആണ് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശുദ്ധ ഖുർആനെ വിശദീകരിച്ചിട്ടുള്ളത്. അവിടുത്തെ ഫിഖലായ രൂപം ഞാൻ പറഞ്ഞു. അവിടുന്ന്
സൃഷ്ടികളോട് എന്ന് വെച്ചാൽ മനുഷ്യരോട്, സഹപാഠികളോട്, സ്വഹാബികളോട്, നാട്ടുകാരോട്, അയൽവാസികളോട്, കുടുംബങ്ങളോട്, അമുസ്ലിങ്ങളോട് പോലും സഹായം തേടിയിട്ടുണ്ട്. ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ എന്ന ആയത്തിന്റെ അടിസ്ഥാനത്തിൽ അത്തരം സഹായാർത്ഥനകൾ തെറ്റല്ല എന്ന് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഇനി അദ്ദേഹത്തിന്റെ ഖൗല് ഇദാ സഅൽത ഫസ്അലില്ല വഇദാ സ്തഅൻത ഫസ്തഇൻ ബില്ലാ എന്ന ഹദീസ് അവിടുന്ന് സഹാബാ കിറാമിന് ഓതിക്കൊടുത്തു. ആ ഹദീസിന്റെ വിശദീകരണത്തിൽ മഹാനായ ഇമാം നവവി തങ്ങൾ എഴുതി വെച്ച അദ്ദേഹത്തിന്റെ ശർഹ് അർബഈൻ എന്ന കിതാബിൽ എഴുതി വെച്ച വാചകമാണ് ഞാൻ വായിച്ചത്. അതിന്റെ മലയാള ഭാഷ്യമാണ് ഞാൻ വായിച്ചത്. ഇൻഷാ അള്ളാഹ് അതിന്റെ അറബി മൂലം തന്നെ വേണമെന്നാണ് നിങ്ങൾ വാശി പിടിക്കുന്നതെങ്കിൽ ഇൻഷാ അള്ളാഹ് ഞാനത് വായിക്കുന്നു. ഖൗലുഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ സഅൽത ഫസ്അലില്ല ഇഷാറ ഇലാ അന്നൽ അബ്ദ ലാ യൻബഗി ലഹു അൻ യഗ്ലഖ സിർറഹു ബിഗൈരില്ലാഹ് ബൽ യതവക്കൽ അലൈഹി ബിസായിരി ഉമൂറഹു സുമ്മ ഇൻ കാനത്തിൽ ഹാജത്തു അല്ലത്തി യസ്അലുഹാ ലൻ തജ്രി ആദത്തു ബിജരിയാനിഹ അലാ ഐദി ഖൽഖഹു കത്വലബിൽ ഹിദായ വൽ ഇൽമി വൽ ഫഹമി ഫിൽ ഖുർആനി വസ്സുന്ന വശിഫാ വൽ മർള് വഹുസൂലുൽ ഹാഫിയ മിൻ ബലായി ദുനിയ വഅദാബിൽ ആഖിറ സഅല റബ്ബഹു ذلك وإن كانت الحاجة التي يسألها جرت العادة أن الله سبحانه وتعالى بجريانها على أيدي خلقه كالحاجات المعتلقة بأصحاب الحرب والصنائع وولادة الأمور سأل الله تعالى أن يعطف عليه قلوبهم فيقول اللهم هنن علينا قلوب عبادك وإمائك وما أشبه ذلك ولا يدعو الله تعالى باستعانه عن خلقي لأنه صلى الله عليه وسلم. ഇതാണ് ഇമാം നവവി തങ്ങൾ ഇദാ സഅൽത ഫസ്അലില്ല വഇദാ സ്തഅൻത ഫസ്തഇൻ ബില്ലാ എന്ന ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞത്. ആധികാരികമായ വിശദീകരണമല്ല എങ്കിൽ അതൊന്ന് പറയണം. വിശുദ്ധ ഖുർആനെ ആധികാരികമായി വിശദീകരിക്കേണ്ടത് അഷ്റഫുൽ ഖൽഖ് തഹ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ തന്നെ വിശദീകരിച്ചിട്ടുണ്ട്. അവിടുത്തെ വിശദീകരണം അവിടുത്തെ ജീവിതമാണ്, അവിടുത്തെ ഖൗലാണ്, അവിടുത്തെ ഫീലാണ്, അല്ലേ? അതുകൊണ്ട് ഈ വിശദീകരണം നിങ്ങൾക്ക് ആധികാരികമല്ല എന്ന് പറയാൻ കഴിയുമെങ്കിൽ പറയുക. പിന്നെ നിങ്ങൾ ചോദിച്ചത് ഭൗതികം അഭൗതികം. ഈ ഭൗതികം അഭൗതികം എവിടെ നിന്ന് വന്നു? ഇത് ഖുർആനിലോ ഹദീസിലോ പഠിപ്പിക്കപ്പെട്ടതാണോ ഭൗതികം അഭൗതികം? ഖുർആനും ഹദീസും ഇജ്മാവും ഖിയാസും കൊണ്ട് മറുപടി പറയുക, അല്ലെങ്കിൽ വിഷയം അവതരിപ്പിക്കുക, ചോദ്യം ചോദിക്കുക, ഇതുകൊണ്ടാണ് നമ്മൾ ചോദിക്കുക. അല്ലാതെ ഭൗതികം അഭൗതികം എന്നതിന് ഖുർആനിലോ ഹദീസിലോ വല്ല തെളിവുണ്ടോ? ഇല്ലാത്ത പിന്നെ വാദത്തിന് കിട്ടാത്ത മരുന്ന് എന്ന് പറഞ്ഞതുപോലെ അത്തരം ചപ്പടി വിദ്യകൾ മാറ്റിവെച്ചുകൊണ്ട് ബഹുമാന്യനായ എൻ്റെ സഹോദരൻ മാന്യമായി ആ ഖുർആനും ഹദീസും ഇജ്മാവും ഖിയാസും വെച്ച് സംസാരിക്കണമെന്ന് അറിയിക്കുന്നു. KNM സംഘടനാവാദിയായ അബ്ദുറഹ്മാൻ സാഹിബ് 2 ചോദ്യങ്ങൾക്ക് താങ്കൾ മറുപടി പറഞ്ഞപ്പോൾ KNMന്റെ കോക്കസ് വിഭാഗത്തിന്റെ ആദർശം എന്താണ്, അഖലാനിയത്ത് എന്താണ്, യുക്തിവാദങ്ങൾ എന്താണ് എന്ന് മുഴുവൻ ആളുകൾക്കും, ഈ സംവാദം കേൾക്കുന്ന മുഴുവൻ ആളുകൾക്കും മനസ്സിലാവുന്നുണ്ട്. നിങ്ങളുടെ അഖീദ പിടച്ചു പോയ അഖീദയാണ്. KNMകാരുടെ അഖീദ, KJUവിന്റെ അഖീദ 0 പൂജ്യമാണ് എന്നത് മുഴുവൻ സംവാദത്തിൽ പങ്കെടുക്കുന്ന മുഴുവൻ ആളുകൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. താങ്കളോട് ആധികാരികമായ തഫ്സീർ കൊണ്ടുവരാൻ പറഞ്ഞു, താങ്കൾ കൊണ്ടുവന്നില്ല. ആധികാരികമായ ശർഅ് കൊണ്ടുവരാൻ പറഞ്ഞു, താങ്കൾ കൊണ്ടുവന്നില്ല. ഇമാം നവവി റഹ്മഹുല്ലയുടെ ഒരു ഇബാറത്ത് കൊണ്ടുവന്ന് അതും താങ്കൾ ഇവിടെ ദുർവ്യാഖ്യാനം ചെയ്യുകയാണ് ഉണ്ടായത്. ഖാല നവവി ഫീഹി ഇശാറത്തുൻ ഇലാ അന്നൽ അബ്ദ ലാ യൻബഗി ലഹു അൻ യുഅലഖ് സിർറുഹു ബിഗൈരില്ലാ എന്ന് പറഞ്ഞുകൊണ്ട് ഇമാം നവവി റഹ്മഹുല്ല അവിടുന്ന് വിശദീകരിക്കുന്നത് എന്താണ്? അള്ളാഹുവിനോട് ചോദിക്കേണ്ടുന്ന കാര്യങ്ങൾ അടിമയോട് ചോദിക്കാൻ പാടില്ല എന്നല്ലേ ഇമാം നവവി റഹ്മഹുല്ല പഠിപ്പിക്കുന്നത്, പറഞ്ഞിട്ടുള്ളത്? അതും താങ്കൾ ദുർവ്യാഖ്യാനം ചെയ്തു. അവിടെ
ജിന്നുകളോടുള്ള എല്ലാ ഇസ്തിആനത്തും മുത്ലഖൻ ശിർക്കാണ്. അത് ഇബാദത്താണ്. അത് മുഴുവനും ദുആയിൽപ്പെട്ടതാണ്. ജിന്നുമായിട്ടുള്ള എല്ലാ ചോദ്യങ്ങളും ദുആ ആണ്, ഇബാദത്താണ്, മുത്ലഖൻ ശിർക്കാണ് എന്ന് ആരാ പറഞ്ഞിട്ടുള്ളത്? മൗലവി സാഹിബ്. അതിനാണ് താങ്കൾ ദലീൽ കൊണ്ടുവരേണ്ടത്. KNM സംഘടനാവാദിയായ മൗലവി സാഹിബ് എന്റെ ഒന്നാമത്തെ ചോദ്യത്തിന് മറുപടി പറഞ്ഞിട്ടില്ല, എന്റെ രണ്ടാമത്തെ ചോദ്യത്തിന് മറുപടി പറഞ്ഞിട്ടില്ല. ഇനി എന്റെ മൂന്നാമത്തെ ചോദ്യം, മഹാനായ പ്രവാചകൻ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ജിന്നുകളെ അള്ളാഹു കീഴ്പ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. ജിന്നുകളോട് അവിടുന്ന് സംസാരിച്ചിട്ടുണ്ട്. ജിന്നുകളോട് അവിടുന്ന് സഹായം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇത് ഷിർക്കാണോ? ഇത് വസീലത്തുനില ഷിർക്കാണോ? ഇത് ഹറാമാണോ? ഇതിന്റെ ഹുക്മ എന്താണ്? നിങ്ങൾ പറയണം. അതേപോലെ തന്നെ ഹാജറ ബീവി റളിയല്ലാഹു ഹാജറ ബീവി അവിടുന്ന് മലക്കിനോട് സഹായം തേടിയിട്ടുണ്ട്. സംസം എന്ന ആ വെള്ളം, ആ ഉറവ അവിടുത്തെ മകനായ ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാം എന്ന കൊച്ചുകുട്ടി കാലിട്ടടിച്ചുകൊണ്ട് വെള്ളത്തിന് ദാഹിച്ചുകൊണ്ട് കരഞ്ഞ സന്ദർഭത്തിൽ സഫാ മർവയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയാണ്. വെള്ളം അന്വേഷിച്ചുകൊണ്ട്, ഭക്ഷണം അന്വേഷിച്ചുകൊണ്ട്, ആരുമില്ലാത്ത മരുഭൂമിയിൽ ആ ഇരുമലകളിൽ ഹജറ ബീവി അവിടുന്ന് ഒരു ശബ്ദം കേൾക്കുന്നു. ആ ശബ്ദം മലക്കാണ് എന്ന് തിരിച്ചറിയുന്നു. അവിടുന്ന് അഗിസിനി, എന്നെ സഹായിക്കൂ എന്നവിടുന്ന് ആവശ്യപ്പെടുന്നു. ഇതിന്റെ ഹുക്മ എന്താണ്? മൂന്നാമത്തെ ചോദ്യമാണ് KNM സംഘടനാവാദിയായ മൗലവി സാഹിബ് വിശദീകരിക്കണം. വലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മഹാനായ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി ഞാൻ ദുർവ്യാഖ്യാനം ചെയ്തു എന്നാണോ നിങ്ങൾ പറയുന്നത്? സത്യത്തിൽ നിങ്ങളാണ് ആളുകളെ കബളിപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്ന് വസ്തുതാപരമായി തന്നെ ഞാൻ തെളിയിക്കാം ഇൻഷാ അല്ലാഹ്. ഖൗലുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ സഅൽത ഫസ്അലില്ലാ ഇശാറ ഇലാ അന്നൽ അബ്ദ ലാ യൻബഗി ലഹു അൻ യഗ്ലഖ സിർറഹു ബിഗൈരില്ലാ ബൽ യതവക്കൽ അലൈഹി ബിസായിൽ ഉമൂരി സുമ്മ ഇൻ കാനത്തിൽ ഹാജത്തുൽ ലത്തി യസ്അലുഹാ തജ്രിൽ ആദത ബി ജിരിയാനിഹാ അലാ ഐദി ഖൽഖഹു. സാധാരണഗതിയിൽ സൃഷ്ടികളുടെ കൈക്ക് നടന്നു വരാത്ത എല്ലാ കാര്യങ്ങളും അള്ളാഹുവിനോടാണ് ആവശ്യപ്പെടേണ്ടത് എന്ന് മഹാനായ ഇമാം നവവി തങ്ങൾ അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ എഴുതി വച്ചിട്ടുണ്ട്. ആരാണ് ദുർവ്യാഖ്യാനിച്ചത്? ആരാണ് ദുർവ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്നത്? ആട്ടിനെ പട്ടിയാക്കുന്ന നിങ്ങളുടെ ഈ ദുശീലമുണ്ടല്ലോ, അത് ഈ ദുനിയാവിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് ഒരുപാട് കാലം ജീവിക്കാൻ ഒരു പക്ഷേ കഴിഞ്ഞേക്കാം. പക്ഷേ അള്ളാഹു വിടുകയില്ല സഹോദര, അള്ളാഹു വിടുകയില്ല. തീർച്ചയായും അള്ളാഹുവിലേക്ക് പോകേണ്ട തേട്ടം ഖൽക്ക് സൃഷ്ടികളിലേക്ക് പോകാൻ പാടില്ല. നേരത്തെ നിങ്ങൾ പറഞ്ഞിരുന്നു ജിന്നുകളെ മാത്രം ഫോക്കസ് ചെയ്യുന്നു. അല്ല, ജിന്നുകളെ മാത്രമല്ല, സൃഷ്ടികളിലേക്ക് പോകാൻ പാടില്ല. ഇതാണ് എന്ന ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം നവവി തങ്ങൾ പറഞ്ഞിട്ടുള്ളത്. മനസ്സിലായില്ലേ? പിന്നെ നിങ്ങൾ പറഞ്ഞത് എന്താണ് ചോദ്യം? മൂന്നാമത്തെ ചോദ്യം എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞത് എന്താണ്? സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ജിന്നിനോട് സഹായം തേടിയെന്നോ? കളവ് പ്രചരിപ്പിക്കരുത്. കളവ് പ്രചരിപ്പിക്കലാണ് ദീനി സേവനം എന്ന് നിങ്ങൾ ധരിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ആശയത്തിന്റെ പാപ്പരത്വമാണ് എന്ന് ജനങ്ങൾ മനസ്സിലാക്കും. അത് നിങ്ങൾ ഓർക്കണം. മഹാനായ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ജിന്നുകളോട് തേടിയ ഒരു വാചകം വിശുദ്ധ ഖുർആനിൽ നിന്ന് ഉദ്ധരിക്കാൻ കഴിയുമോ? നിങ്ങൾക്ക് സാധ്യമല്ല. അതുപോലെ തന്നെ ഹാജറ ബീവി റളിയല്ലാഹു അൻഹ മലക്കുകളോട് സഹായം തേടി എന്നാണ് നിങ്ങൾ പറയുന്നത്. കളവാണത്. അങ്ങനെ തേട്ടം ഉണ്ടായിട്ടില്ല. എന്നിട്ടല്ലേ അതിന് മറുപടി പറയേണ്ടതുള്ളൂ. മഹാനായ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമോ മഹദിയായ ഹാജറ റളിയല്ലാഹു അൻഹയോ മലക്കുകളോടോ ജിന്നുകളോടോ തേടി എന്നതിന് നിങ്ങളുടെ കയ്യിൽ രേഖയുണ്ടെങ്കിൽ അത് ഉദ്ധരിച്ചിട്ടായിരുന്നു നിങ്ങൾ സംസാരിക്കേണ്ടിയിരുന്നത്. നിങ്ങളുടെ നാവിന് ഫലമുണ്ട് എന്ന് കരുതി എന്തെങ്കിലും പറഞ്ഞ് രക്ഷപ്പെടാമെന്ന് നിങ്ങൾ കരുതിയോ? അതൊരിക്കലും സാധ്യമല്ല എൻ്റെ സഹോദര. അതുകൊണ്ട് മഹാനായ ഇമാം നവവി തങ്ങൾ വളരെ വിശദമായി തന്നെ, വളരെ വ്യക്തമായി തന്നെ സാധാരണഗതിയിൽ സൃഷ്ടികളുടെ കൈക്ക് ലഭിക്കാത്ത കാര്യങ്ങൾ മുഴുവനും റബ്ബിനോടാണ് തേടേണ്ടത് എന്ന്
വളരെ വിശദമായി ശക്തമായും വ്യക്തമായും ഇവിടെ വിശദീകരിച്ചിട്ടുണ്ട്. ഇനി സൃഷ്ടികളോട് തേടുകയാണെങ്കിൽ തന്നെ അവരുടെ മനസ്സുകളെ തങ്ങൾക്ക് അനുകൂലമാക്കണമെന്ന് പറയുകയും അവരിൽ നിന്ന് ലഭിക്കാനുള്ള തൗഫീഖിന് വേണ്ടി റബ്ബിനോട് തേടുകയും ചെയ്യുക എന്നാണ് മഹാനായ ഇമാം നവവി തങ്ങൾ ഇവിടെ വിശദീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് സൃഷ്ടികളോട് തേടുന്ന കാര്യം അത് വേറെ തന്നെയുണ്ട്, റബ്ബിനോട് തേടുന്ന കാര്യം വേറെ തന്നെയുണ്ട്. സാധാരണഗതിയിൽ സൃഷ്ടികളിൽ നിന്ന് ലഭിക്കാത്ത കാര്യങ്ങൾ അത് റബ്ബിനോടാണ് ചോദിക്കേണ്ടത് എന്ന് വ്യക്തമായും ശക്തമായും തന്നെ ഇമാം നവവി തങ്ങൾ ഇവിടെ വിശദീകരിച്ചിട്ടുണ്ട്. ഏതായാലും കൊച്ചുകുട്ടികളെപ്പോലെ ഉരുണ്ട് കളിക്കുകയാണ് KNM സംഘടനാവാദിയായ എൻ്റെ സുഹൃത്ത് മൗലവി അബ്ദുറഹ്മാൻ സാഹിബ്. പ്രിയപ്പെട്ട സഹോദര, താങ്കൾ തന്നെയാണ് വിഷയാവതരണത്തിൽ ഈ വൈരുദ്ധ്യങ്ങൾ പറഞ്ഞത്. താങ്കളുടെ വിഷയാവതരണം കേൾക്കൂ. എല്ലാ സഹായവും അള്ളാഹുവോട് എന്ന് താങ്കൾ പറഞ്ഞു. താങ്കൾ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇമാം നവവിയുടെ ഇബാറത്ത് ഉദ്ധരിച്ചുകൊണ്ട് എല്ലാ സഹായവും അള്ളാഹുവോട് മാത്രം എന്ന് താങ്കൾ പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മുശ്രിക്കുകളോട് സഹായം തേടി, ജൂതരോട് സഹായം തേടി, നസ്രാനികളോട് സഹായം തേടി എന്ന് താങ്കൾ തന്നെ വിഷയാവതരണത്തിൽ പറഞ്ഞു. താങ്കൾക്ക് ഇപ്പോൾ ഇബാദത്ത് എന്താണെന്ന് താങ്കൾക്കറിയില്ല, ഇസ്തിആനത്ത് എന്താണ് താങ്കൾക്കറിയില്ല. ഇബാദത്താകുന്ന ഇസ്തിആനത്ത് ഏതാണ്, ഇബാദത്തല്ലാത്ത ഇസ്തിആനത്ത് ഏതാണ്, ദുആ ആകുന്ന ഇസ്തിആനത്ത് ഏതാണ്, ദുആ അല്ലാത്ത ഇസ്തിആനത്ത് ഏതാണ്, പ്രാർത്ഥനയുടെ പരിധിയിൽ വരുന്ന ഇസ്തിആനത്ത് ഏതാണ്, അനുവദനീയമായ ഇസ്തിആനത്ത് ഏതാണ്, അനുവദനീയമായ ഇസ്തിഗാസ ഏതാണ്, അനുവദനീയമല്ലാത്ത ശിർക്കായ ഇസ്തിഗാസ ഏതാണ്, ഇബാദത്തിന്റെ പരിധിയിൽ വരുന്ന ഇസ്തിഗാസ, ഇസ്തിആദത്ത്, ഇസ്തിഖ്ദാം, ഇസ്തിംതാഅ് ഇതൊക്കെ ഏതാണ് എന്ന് താങ്കൾക്ക് തിരിച്ചറിയുന്നില്ല. അതുകൊണ്ട് എന്താണ് താങ്കൾക്ക് തിരിച്ചറിയാത്തത്? താങ്കൾ അക്കൽ കൊണ്ടാണ് സംസാരിക്കുന്നത്. അക്കലാനിയത്ത് യുക്തിവാദങ്ങളാണ് സംസാരിക്കുന്നത്. എന്തുകൊണ്ടാണ് യുക്തിവാദങ്ങൾ പറയേണ്ടി വരുന്നത്? എന്തുകൊണ്ടാണ് പ്രമാണങ്ങൾ കൈവടിയേണ്ടി വന്നത്? എന്തുകൊണ്ടാണ് സ്വന്തം ഇഷ്ടത്തിനനുസരിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആനും സഹിയായ ഹദീസുകളും ഇമാമിങ്ങളുടെ ഇബാറത്തുകളും ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് പറയേണ്ടി വരുന്നത്? 2012 പുതിയ തൗഹീദ് ഉണ്ടാക്കി, 2012 പുതിയ ശിർക്ക് നിർമ്മിച്ചുണ്ടാക്കി. ലോകത്ത് ഇസ്ലാമിൽ ആര് കൊണ്ടുവരാത്ത ഹുക്മ് കൊണ്ടുവന്നു. അള്ളാഹുവിന്റെ ദീനുൽ ഇസ്ലാമിന്റെ ഹുക്മിനെ മാറ്റിമറിച്ചു. നിങ്ങളുടെ അഖീദ മുഴുവൻ പിഴച്ചു പോയിരിക്കുന്നു എന്ന് ഈ സംവാദം കേൾക്കുന്ന മുഴുവൻ ആളുകളും മനസ്സിലാക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട മൗലവി സാഹിബിനോട് എന്റെ കഴിഞ്ഞ 3 ചോദ്യങ്ങൾക്കും താങ്കൾ മറുപടി പറഞ്ഞിട്ടില്ല. താങ്കൾ ഉരുണ്ട് കളിക്കുകയാണ്, ആളുകളെ പൊട്ടന്മാരാക്കുകയാണ്. എന്റെ 4ാമത്തെ ചോദ്യം സൂറത്ത് ജിന്നിലെ 6ാമത്തെ ആയത്തിൽ അള്ളാഹു പഠിപ്പിക്കുന്ന മക്ക മുശ്രിക്കുകൾ വാദിയിലെ ജിന്ന് നേതാക്കന്മാരോട് നടത്തിയ ആ ശിർക്കായ ശരണത്തേട്ടം അത് ജീവിച്ചിരിക്കുന്ന മനുഷ്യരോട് നടത്തിയാൽ അതിന്റെ ഹുക്മ എന്താണ്? എന്റെ 4ാമത്തെ ചോദ്യം കൃത്യമാണ്. 3 ചോദ്യങ്ങൾക്കും KNMന്റെ സംഘടനാവാദിയായ മൗലവി സാഹിബിന് മറുപടി പറയാൻ കഴിഞ്ഞിട്ടില്ല. പ്രമാണങ്ങളിൽ നിന്നുകൊണ്ട് മറുപടി പറയാൻ കഴിഞ്ഞിട്ടില്ല. ആദർശമില്ലാത്ത സംഘടനാവാദി, പ്രമാണങ്ങൾ കൈവടിഞ്ഞ സംഘടനാവാദി, അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനും സഹിയായ ഹദീസുകളും ഇമാം നവവിയുടെ ഇബാറത്തും സ്വന്തം ഇച്ഛക്കനുസരിച്ചു കൊണ്ട് ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ടാണ് പറയുന്നത്. ആധികാരികമായ തഫ്സീർ കൊണ്ടുവന്നിട്ടില്ല, മുഫസ്സിറിനെ പറഞ്ഞിട്ടില്ല, ആധികാരികമായ മുഹദ്ദിസിനെ പറഞ്ഞിട്ടില്ല, ശറഅ് കൊണ്ടുവന്നിട്ടില്ല. ദുർവ്യാഖ്യാനം ചെയ്യുന്നു മൗലവി. എന്റെ 4ാമത്തെ ചോദ്യത്തിന്, 1ാമത്തെ ചോദ്യത്തിനും 2ാമത്തെ ചോദ്യത്തിനും 3ാമത്തെ ചോദ്യത്തിനും 4ാമത്തെ ചോദ്യത്തിനും ആദർശമുള്ള മുജാഹിദാണ് എങ്കിൽ, മുജാഹിദ് 1% ഉണ്ടെങ്കിൽ നീതി കാണിച്ച് മറുപടി പറയാൻ മൗലവി സാഹിബിനെ വെല്ലുവിളിക്കുകയാണ്. ഏതായാലും എൻ്റെ ബാവാ സാഹിബ് സമസ്തക്കാരുടെ കൂടെ കൂടിയിട്ട് മറുപടി കിട്ടിയാലും മറുപടി കിട്ടിയിട്ടില്ല എന്ന് പറയുക എന്നത് ഒരു തന്ത്രമാണെന്ന് നിങ്ങൾ സമസ്തക്കാരുടെ കൂടെ കൂടി പഠിച്ചു വച്ചിട്ടുണ്ട്. അത് ഏതായാലും നിങ്ങളുടെ മനസ്സമാധാനത്തിന് നല്ലതാണ്. അത് നിങ്ങളെ ഉരുവിട്ടുകൊണ്ടിരിക്കുക, അത് കുഴപ്പമൊന്നുമില്ല. പിന്നെ ഞാൻ ആധികാരിക മുഹദ്ദിസിനെ ഉദ്ധരിച്ചില്ല എന്നാണ് നിങ്ങൾ പറയുന്നത്. ഇമാം നവവിയെ തങ്ങൾ നിങ്ങൾ ആധികാരിക മുഹദ്ദിസ് എന്ന് പറയാൻ പറ്റില്ലേ? ഹദീസിനെ വിശദീകരിക്കാൻ യോഗ്യതയില്ലാത്തയാളാണോ മഹാനായ ഇമാം നവവി തങ്ങൾ? നിങ്ങൾ പറയണം. ഞാൻ എൻ്റെതായ ഒരു അക്ഷരം പോലും ഞാൻ വിശദീകരണം പറഞ്ഞിട്ടില്ല. മാത്രമല്ല, ഞാൻ പറഞ്ഞത് തെറ്റാണെങ്കിൽ ഏത് ലഫ്ദിലാണ് ഞാൻ തെറ്റായ അർത്ഥം പറഞ്ഞത് പറയണം നിങ്ങൾ.
ആളുകളെ കബളിപ്പിക്കുന്നതിന് ഒരു അതിര് വേണം സഹോദര. ഇവിടെയൊക്കെ ഉത്ഭുതരായ മനുഷ്യരാണ് ഇത് കേട്ടുകൊണ്ടിരിക്കുന്നതെന്ന ബോധം നിങ്ങൾക്ക് വേണം. മനസ്സിലായില്ലേ? ഇമാം നവവി തങ്ങൾ പറഞ്ഞ ഏത് ഹർഫിനാണ് ഞാൻ അർത്ഥം മാറ്റി പറഞ്ഞത് പറയണം നിങ്ങളെ. പിന്നെ നിങ്ങൾ ചോദിച്ചിരിക്കുകയാണ് സൂറത്ത് ജിന്നിലെ 6-ാമത്തെ ആയത്ത്. സൂറത്തിലെ ജിന്നിലെ 6-ാമത്തെ ആയത്ത് ഞാനിവിടെ പരാമർശിച്ചിട്ടില്ലല്ലോ. പിന്നെ ആ വിഷയമായി ചോദ്യം വരുന്നതിന്റെ കാര്യം എന്താണ് എനിക്ക് മനസ്സിലായിട്ടില്ല. സൂറത്ത് ജിന്നിലെ 6-ാമത്തെ ആയത്ത് ഞാൻ പരാമർശിച്ചിട്ടില്ല. അത് പരാമർശിക്കുകയാണെങ്കിലല്ലേ നിങ്ങൾക്ക് അതിൻ്റെ കുറിച്ച് ചോദ്യം വരേണ്ടതുള്ളൂ. പിന്നെ ഒരു നാട്ടിലുള്ള ഭരണാധികാരിയോട് ആ നാട്ടിലുള്ള പട്ടാളക്കാരുടെ ഉപദ്രവം തങ്ങൾക്കുണ്ടാവരുതേ എന്ന് പറയുന്നത് തെറ്റാണെന്ന് നിങ്ങൾക്ക് വാദമുണ്ടോ? ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ. പക്ഷെ ആ വിഷയത്തിലേക്ക് നമ്മൾ പോകേണ്ട കാര്യമില്ല. മനസ്സിലായില്ലേ? ജിന്നുകളോട് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹായം തേടിയിട്ടില്ല. സ്വഹാബികൾ സഹായം തേടിയിട്ടില്ല. സലഫു സാലിഹികളായ അയിമത്തുകൾ ആരും ജിന്നുകളോട് സഹായം തേടിയിട്ടില്ല. അവിടെ മാത്രവുമല്ല, ജിന്നുകളോട് സഹായം തേടുന്നതിൽ ശിർക്കല്ലാത്തവയുണ്ട് എന്ന് അവരാരും പറഞ്ഞിട്ടുമില്ല. പിന്നെ എന്തിനാണ് അനാവശ്യമായ ഈ വാദം? മനുഷ്യരെ തമ്മിൽ, മുസ്ലിങ്ങളെ തമ്മിൽ തല്ലിക്കാൻ വേണ്ടി മാത്രം പടച്ചുണ്ടാക്കിയ ഒരു വാദമല്ലേ അത്? ആവശ്യം ചോദ്യം ചോദിച്ചിട്ടില്ല. സത്യത്തിൽ ചോദ്യം മുട്ടിയിരിക്കുകയാണ് നിങ്ങളെ. ഞാൻ പരാമർശിക്കാത്ത വിഷയം എന്നോട് ചോദിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. ഏതായാലും ഞാനത് പരാമർശിച്ചു കഴിഞ്ഞു. അടുത്ത അയൽ നാടുകളിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ആ രാജ്യത്തിന്റെ അനുമതി വാങ്ങുക എന്നത് ശിർക്കായ കാര്യമാണെന്ന് ലോകത്താരും പറഞ്ഞത് ഞാൻ കേട്ടിട്ടില്ല. ഇനി ഉണ്ടെങ്കിൽ ആ തഫ്സീർ വായിച്ചാൽ ഇനി എന്നെക്കാളും കൂടുതൽ വിവരം ഉണ്ടാവില്ല നിങ്ങൾക്ക് എന്ന് പറഞ്ഞു തന്നാൽ തിരക്കില്ല. പിന്നെ ഇവിടെ നിങ്ങൾ ആണ് സത്യത്തിൽ സ്വന്തമായ വാദം നിർമ്മിച്ചുണ്ടാക്കിയിട്ടുള്ളത്. രാത്രിയുടെ ഇരുളിൽ തപ്പിത്തടഞ്ഞ് നീങ്ങുന്ന ഒരാൾ തന്റെ തൊട്ടടുത്ത് ഒരു ശബ്ദം കേൾക്കുന്നു. ആളെ കാണുന്നില്ല. തന്റെ മുമ്പിലുള്ള ശബ്ദത്തിന്റെ ഉടമ ജിന്നായിരിക്കാമെന്ന വിശ്വാസത്തിൽ എന്നെ ഒന്ന് സഹായിക്കാമോ, ഒരു വെളിച്ചം തരാമോ എന്നാവശ്യപ്പെട്ടാൽ അത് അഭൗതികമോ കാര്യകാരണ ബന്ധത്തിന് അപ്പുറമുള്ളതോ അല്ലെങ്കിൽ സൃഷ്ടികളുടെ കഴിവിൽ പെടാത്തത് തേടുകയോ അല്ല. ആ സഹായാർത്ഥന സിർക്കുമല്ല. ഇത് ഏത് ഖുർആന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ സ്ഥാപിച്ചെടുക്കാൻ ശ്രമിക്കുന്നത്? ഏത് ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ്? ഏത് മുജിതഹിദായ പണ്ഡിതനാണ് ഇങ്ങനെ വ്യാഖ്യാനിച്ച് വിശദീകരിച്ച് തന്നത് നിങ്ങൾക്ക് പറയണം. നിങ്ങളെ രാത്രിയുടെ ഇരുളിൽ തപ്പിത്തെറിഞ്ഞ് നീങ്ങുന്ന ഒരാൾ തൊട്ടടുത്ത് പരിസരത്ത് ആരെയും കാണുന്നില്ല. തൊട്ടടുത്തൊരു ശബ്ദം കേട്ടു. ആ ശബ്ദത്തിന്റെ ഉടമ ജിന്നായിരിക്കാം എന്ന് കരുതി അല്ലേ? ഒരു വെളിച്ചം തരുമോ, എന്നെ ഒന്ന് സഹായിക്കാമോ, ഒരു വെളിച്ചം തരാമോ, എന്നെ ഒന്ന് സഹായിക്കാമോ എന്നാവശ്യപ്പെട്ടാൽ അത് അഭൗതികമോ കാര്യകാരണ ബന്ധത്തിന് അപ്പുറമുള്ളതോ അല്ലെങ്കിൽ സൃഷ്ടികളുടെ കഴിവിൽപ്പെടാത്തത് തേടുകയോ അല്ല. ആ സഹായാർത്ഥന സിർക്കുമല്ല. ആരാണിത് പഠിപ്പിച്ചത് നിങ്ങളെ? ഏത് പണ്ഡിതനാണ് പഠിപ്പിച്ചേ? പറയും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എൻ്റെ 4 ചോദ്യങ്ങൾക്കും സംഘടനാവാദിയായ മൗലവി സാഹിബ് ഒരു ചോദ്യത്തിന് പോലും ഇതുവരെയായി മറുപടി പറഞ്ഞിട്ടില്ല. കേന്നം എന്ന് പറഞ്ഞാൽ കേരള നുണയ മൗലവി എന്ന് ഈ സംവാദത്തിൽ വെച്ച് താങ്കൾ തെളിയിച്ചിരിക്കുകയാണ്. അത് തന്നെയാണ് ഈ സംവാദത്തിന്റെ വിജയം. ഇനി താങ്കളോട് കൂടുതൽ വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. 5-ാമത്തെ ചോദ്യം താങ്കളോട് ചോദിക്കുകയാണ്. ചോദ്യത്തിനൊന്നും താങ്കൾ പ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് മറുപടി പറയാൻ താങ്കൾക്കറിയില്ല. താങ്കൾ അക്കലാനിയത്തും യുക്തിവാദങ്ങളും പദക്കസർത്തുകളും നടത്തുകയാണ്. പ്രിയപ്പെട്ട സഹോദര, 5-ാമത്തെ ചോദ്യം കൃത്യമായ മറുപടി. ചോദ്യം വളരെ ലളിതമാണ്. സാധാരണ മനുഷ്യനോട് നടത്തുന്ന സഹായ തേട്ടങ്ങൾ, സഹായ ചോദ്യങ്ങൾ, സഹായ തേടൽ, ഇബാദത്തിന്റെ പരിധിയിൽ വരാത്ത ഇസ്തിആനത്ത്, ഇബാദത്തിന്റെ പരിധിയിൽ വരാത്ത ഇസ്തിഗാസ, ഇബാദത്തിന്റെ പരിധിയിൽ വരാത്ത ഇസ്തിംതാഅ്, ഇബാദത്തിന്റെ പരിധിയിൽ വരാത്ത ഇസ്തിഖ്ദാം, ഇങ്ങനെയുള്ള ഇബാദത്തിന്റെ പരിധിയിൽ വരാത്ത, ദുആഇന്റെ പരിധിയിൽ വരാത്ത, ഷിർക്കിന്റെ പരിധിയിൽ വരാത്ത, പ്രാർത്ഥനയുടെ പരിധിയിൽ വരാത്ത ഒരു സഹായ ചോദ്യം ഒരു മനുഷ്യൻ, ഒരു മുസ്ലിം അദൃശ്യ സൃഷ്ടിയായ ജിന്നിനോട് നടത്തിയാൽ അതിന്റെ ഹുക്മ എന്താണ്? എന്റെ 5-ാമത്തെ ചോദ്യമാണ്. കേന്നം സംഘടനാവാദിയായ മൗലവി സാഹിബ് ആദർശമില്ലാത്ത 2012 പുതിയ തൗഹീദും ശിർക്കും നിർമ്മിച്ചുണ്ടാക്കിയ സംഘടന. പ്രിയപ്പെട്ട മൗലവി സാഹിബ് ആദർശമില്ലാത്ത
തൗഹീദില്ലാത്ത അഖീദയിൽ പിഴവ് സംഭവിച്ച 2012 പുതിയ തൗഹീദ്, 2012 പുതിയ ശിർക്ക് നിർമ്മിച്ചുണ്ടാക്കിയ കേന്നം എന്ന സംഘടനാവാദികളായ നിങ്ങൾ പാവപ്പെട്ട മുജാഹിദുകളുടെ മുഖത്ത് നോക്കിക്കൊണ്ട് ജിന്നുകളോട് പ്രാർത്ഥിക്കുന്നവരാണ്, ജിന്നുകളോട് സഹായം തേടുന്നവരാണ്, ഷിർക്കിലേക്ക് പോയവരാണ് എന്ന് ശിർക്കാരോപണം നടത്തിയ നിങ്ങൾ ഇപ്പോൾ ഉപ്പ് തിന്നവർ വെള്ളം കുടിക്കുന്നത് പോലെ സമസ്തക്കാരുടെ ഗ്രൂപ്പിൽ വെച്ചുകൊണ്ട് ആധികാരികമായി നടക്കുന്ന ഇസ്തിആനത്തു ബിൽ ജിന്ന് എന്ന വിഷയത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ തുറന്ന സംവാദത്തിൽ വെച്ചുകൊണ്ട് നിങ്ങളെ പോലെയുള്ള സംഘടനാവാദികൾ മുഴുവനും വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് അള്ളാഹു നിങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പരീക്ഷണങ്ങളാണ്. നിങ്ങൾ പറയുന്ന ഓരോ കാര്യങ്ങളും നിങ്ങളുടെ ചങ്കിൽ തന്നെ വന്ന് തറക്കുന്നു, നിങ്ങളുടെ കഴുത്തിന് തന്നെ കുരുക്കുന്നു. പ്രിയപ്പെട്ട മൗലവി സാഹിബെ, കാലിലുള്ള മന്ത് മാറി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. വലത് കാലിലുള്ള മന്ത് ഇടത് കാലിലേക്കേ മാറിയിട്ടുള്ളൂ. അതിന് മന്ത് മാറി എന്ന് പറയരുത്, കാല് മാറി എന്നേ പറയാവൂ. ഇത് സംവാദമാണ്. ഒന്നാണോ രണ്ടാണോ എന്ന് ചോദിച്ചാൽ വരണ്ടു എന്നല്ല മറുപടി പറയേണ്ടത്. ഒന്നാണെങ്കിൽ ഒന്ന് എന്ന് മറുപടി പറയണം, രണ്ടാണെങ്കിൽ രണ്ട് എന്ന് മറുപടി പറയണം. ഇത് സംവാദമാണ്. തേങ്ങ പറിക്കാനാണോ, അടക്ക പറിക്കാനാണോ, അണ്ടി വറുക്കാനാണോ? എന്തിനാണ് താങ്കൾ സംവാദത്തിന് വന്നിട്ടുള്ളത്? അള്ളാഹുവിന്റെ ദീനുൽ ഇസ്ലാമിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ജനങ്ങൾക്ക് ദീന് മനസ്സിലാവട്ടെ. ഇസ്ലാമിനെ കുറിച്ച്, മുജാഹിദുകളുടെ ആദർശത്തെ കുറിച്ച്, സലഫുസ് സ്വാലിഹീങ്ങളുടെ ആദർശത്തെ കുറിച്ച് വ്യക്തമായി കൃത്യമായി സുന്നത്ത് ജമാഅത്തിന്റെ ആദർശത്തിൽ നിന്നുകൊണ്ട് ചോദ്യങ്ങൾക്ക് കൃത്യമായി മറുപടി പറയൂ. വിനീതമായി അപേക്ഷിക്കുകയാണ് മൗലവി സാഹിബ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏതായാലും ബാബാ സാഹിബ് KNM വിഭാഗത്തിനെ ആക്ഷേപിക്കാൻ ഒരു അവസരം എന്ന് മാത്രം ആണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. അദ്ദേഹത്തിന് സംവാദം നടത്താൻ ഇതിലപ്പുറം കഴിയില്ല എന്ന് അദ്ദേഹം തന്നെ സമ്മതിച്ചിരിക്കുകയാണ്. അൽഹംദുലില്ലാ. ഏതായാലും ഇമാം നവവി തങ്ങളുടെ ആ ഉദ്ധരണി അദ്ദേഹത്തിന് തൊടാൻ കഴിയുന്നില്ല. ഞാൻ പറഞ്ഞു ഏത് ഭാഗത്തിനാണ് ഞാൻ തെറ്റായ അർത്ഥം നൽകിയതെന്ന് ചോദിച്ചിട്ട് അദ്ദേഹം സംസാരിക്കുന്നില്ല. അതുകൊണ്ട് ഇനി ഇമാം റാസി പറഞ്ഞ വാക്ക് ഉപയോഗിക്കാം. ഇമാം റാസി തങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് അൻഫാലിലെ 62-ാമത്തെ വചനത്തിന് തഫ്സീർ എഴുതുകയാണ് ഇമാം റാസി തങ്ങൾ. വൈൻ ഖീല ലക ലമ്മ ഖാല ഹുവല്ലദീ അയ്യദക ബിനസ്രിഹി വഅയ്യ ഹാജത്തിൻ മഅ നസ്രിഹി ഇലൽ മുഅ്മിനീന ഹത്താ ഖാല വബിൽ മുഅ്മിനീന ഖുൽനാ തഅയ്യിദു ലൈസ ഇല്ലാ മിനല്ലാഹി ലാകിന്നഹു അലാ ഖിസ്മൈൻ അഹദുഹുമാ മാ യഹ്സുലു മിൻ ഗൈരി വാസിത്തത്തിൻ അസ്ബാബി മഅലൂമത്തിൻ മുഅ്താദത്തിൻ വസ്സാനി മാ യഹ്സുലു ബിവാസിത്തത്തി അസ്ബാബി മഅലൂമത്തിൻ മുഅ്താദത്തിൻ ഫല്ലവ്വലു ഹുവൽ മുറാദു മിൻ ഖൗലിഹി അയ്യദക ബിനസ്രിഹി വസ്സാനി ഹുവ മുറാദു മിൻ ഖൗലിഹി വബിൽ മുഅ്മിനീൻ. അതായത് അള്ളാഹുവിൻ്റെ സഹായം കൊണ്ട് അവനാണ് നിങ്ങളെ ശക്തിപ്പെടുത്തിയത് എന്ന് അള്ളാഹു പറഞ്ഞു. അവൻ്റെ സഹായമുള്ളപ്പോൾ പിന്നെ മുഅ്മിനുകളുടെ സഹായത്തിൻ്റെ ആവശ്യം എന്താണ്? മുഅ്മിനുകളെ കൊണ്ടും എന്ന് ശേഷം പറഞ്ഞല്ലോ എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അതിനുള്ള മറുപടി ഇതാണ്: അള്ളാഹുവിൽ നിന്നല്ലാതെ മറ്റാരിൽ നിന്നുമല്ല. ഒരു മിനിറ്റ്. സഹായം അള്ളാഹുവിൽ നിന്നല്ലാതെ മറ്റാരിൽ നിന്നുമല്ല. എന്നാൽ അത് രണ്ട് വിധമാണ് സഹായം. ഒന്ന്, നമുക്ക് മനസ്സിലാകുന്ന സാധാരണഗതിയിലുള്ള കാരണങ്ങൾ മുഖേനയല്ലാതെ ഉണ്ടാകുന്നത്. രണ്ട്, മനസ്സിലാക്കാവുന്ന സാധാരണ കാരണങ്ങൾ മുഖേന ഉണ്ടാകുന്ന സഹായം. ഒന്നാമത്തേതാണ്. അവൻ്റെ സഹായം കൊണ്ട് നിന്നെ അവൻ ശക്തിപ്പെടുത്തി എന്ന് പറയുമ്പോൾ അത് സാധാരണ നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത മാർഗത്തിലൂടെയുള്ള സഹായമാണ്.
മുഅ്മിനുകളെ കൊണ്ടും എന്ന വാക്ക് കൊണ്ടുള്ള ഉദ്ദേശം രണ്ടാമത്തേതുമാണ്. എങ്ങനെ മനസ്സിലാക്കാൻ കഴിയുന്ന രൂപത്തിലുള്ള സഹായം. ഇതാണ് ഇമാം റാസി തങ്ങൾ അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ സൂറത്ത് അൻഫാലിൻ്റെ 62-ാം വചനത്തിൽ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് സാധാരണഗതിയിൽ സൃഷ്ടികളുടെ കൈക്ക് നടന്നു വരുന്ന കാര്യങ്ങൾ ഇതാണ് നമ്മൾ മുസ്ലിങ്ങളുടെ സഹായം അല്ലെങ്കിൽ മനുഷ്യരുടെ സഹായം എന്ന് പറയുന്നത്. ഇമാം റാസി വളരെ വ്യക്തമായി തന്നെ ആ വിഷയം വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തെളിവുകൾ ഉദ്ധരിച്ചില്ല, മറുപടി പറഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാം. പക്ഷേ ഉത്ഭുതരായ ആളുകൾ ഈ ഗ്രൂപ്പിൽ കേൾക്കുന്നുണ്ട് എന്ന ഒരു കോമൺ സെൻസ് എങ്കിലും നിങ്ങൾക്കുണ്ടാവേണ്ടിയിരുന്നു. നിങ്ങളൊരു മഹാപണ്ഡിതനാണ് എന്നൊരു ധാരണ ജനങ്ങൾക്കുണ്ടായിരുന്നു. പക്ഷേ അത് നിങ്ങൾ തന്നെ കാറ്റിൽ പറത്താൻ പാടില്ലായിരുന്നു എന്നാണ് എനിക്ക് അഭിഷേകമായി അങ്ങയോട് പറയാനുള്ളത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാന്യരെ, നമ്മുടെ സംവാദത്തിൻ്റെ രണ്ടാം ഘട്ടത്തിലേക്കാണ്, 6ാമത്തെ ചോദ്യമാണ് ഇവിടെ ചോദിക്കുവാനുള്ളത്. അതിലേക്ക് പ്രവേശിക്കുകയാണ്. ഇരുഭാഗത്തുമുള്ള 2 മുജാഹിദുകൾ തമ്മിലുള്ള ഈ സംവാദത്തിൽ നമുക്കറിയാം നമ്മുടെ വ്യവസ്ഥ. കേന്ദ്രം സംഘടനാ ഭാഗത്ത് നിന്ന് പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ബഹുമാന്യനായ എൻ്റെ സുഹൃത്ത് അബ്ദുറഹ്മാൻ സാഹിബ്, അദ്ദേഹം കേന്ദ്രം പക്ഷത്തിൻ്റെ വാദമാണ് ഇവിടെ എഴുതിയിട്ടുള്ളത് എന്ന് നമുക്കറിയാം. ഇസ്തിആനത്തു ബിൽ ജിന്നി എന്ന വിഷയത്തിൽ ജിന്നിനോടുള്ള സഹായം തേടൽ, അത് ജിന്നിനോടായാലും മലക്കിനോടായാലും എല്ലാം ഷിർക്കാകുന്നു. ഇസ്തിആനത്തു ബിൽ ജിന്നി എന്ന വിഷയത്തിൽ ജിന്നിനോടായാലും മലക്കിനോടായാലും എല്ലാം ഷിർക്കാണ്, മുത്തലക്കൻ ഷിർക്കാണ്. ഷിർക്കല്ലാത്തതായി ഒന്നുമില്ല. ഇതാണ് കേന്നമിൻ്റെ വാദം. വിനീതനായ എൻ്റെ വാദം, ഇസ്തിആനത്തു ബിൽ ജിന്നി എന്ന വിഷയത്തിൽ ഷിർക്കായതും ഉണ്ട്, വസീലത്തുൻ ഇല ഷിർക്കായതും ഉണ്ട്. എന്നാൽ എല്ലാം ഹറാമാണ്. ഈ വിഷയത്തിലായിരുന്നു ആധികാരികമായി നമ്മൾ സംസാരിച്ചിരുന്നത്. എന്നാൽ ഇവിടെ ഈ വിഷയത്തിൽ അധിഷ്ഠിതമായി സംസാരിക്കുമ്പോൾ എന്താണ് വസീലത്തുനില ഷിർക്ക്, എന്താണ് ഷിർക്ക്, എന്താണ് ഹറാം, ഇന്നലെ ഇവിടെ വിശദീകരിക്കുകയുണ്ടായി. ബഹുമാന്യനായ കേന്ദ്രം സംഘടനാ ഭാഗത്തു നിന്നുകൊണ്ട് സംസാരിക്കുന്ന ബഹുമാന്യനായ അബ്ദുറഹ്മാൻ സാഹിബ് പറയേണ്ടത്, ജിന്നുകളെയും മലക്കുകളെയും ഇസ്തിആനത്തു ബിൽ ജിന്നി എന്ന വിഷയത്തിൽ ജിന്നുമായും മലക്കുമായുമുള്ള എല്ലാ സഹായം തേടലും, എല്ലാ സഹായ ചോദ്യങ്ങളും, എല്ലാ ബന്ധങ്ങളും, അത് ജിന്നിനോടായാലും മലക്കിനോടായാലും എല്ലാം ഷിർക്കാകുന്നു എന്നാണ് താങ്കൾ ഇവിടെ എഴുതിയിട്ടുള്ളത്. ഇത് കേന്ദ്രം KJUവിന്റെ വാദമാണ്. ഈ വാദം നിങ്ങൾക്ക് പറയാൻ എന്താണ് നിങ്ങൾക്ക് പ്രമാണങ്ങളിൽ തെളിവുള്ളത്? അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ തെളിവുണ്ടോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുസുന്നത്തുകളിൽ തെളിവുണ്ടോ? അത് കൃത്യമായി പ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് ഇവിടെ തെളിയിക്കണം. ഇവിടെ ആയത്ത് പറഞ്ഞ് ആധികാരികമായ തഫ്സീർ കൊണ്ടുവന്ന്, അതല്ലെങ്കിൽ ഹദീസ് പറഞ്ഞ് ആധികാരികമായി അതിന്റെ ശർഈ കൊണ്ടുവന്ന് കൃത്യമായി അതിവിടെ തെളിയിക്കണം. ഇതാ എല്ലാം ഷിർക്കാകുന്നു, ഷിർക്കല്ലാത്തതൊന്നുമില്ല എന്നതിന് ആയത്തോ ഹദീസോ കൊണ്ടുവന്ന് തെളിയിക്കണം. എന്റെ 6ാമത്തെ ചോദ്യമാണ്. ബഹുമാന്യരായ സുന്നി ക്ലാസ് റൂമിലെ പണ്ഡിതന്മാരെ, സുഹൃത്തുക്കളെ, അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ നമ്മുടെ 2ാമത്തെ ദിവസമായ ഇന്ന്
രണ്ട് ചോദ്യം 2 ഉത്തരവും ഞാൻ പറയേണ്ടതുണ്ട്. 2 ചോദ്യത്തിനുള്ള 2 ഉത്തരം ഞാൻ പറയേണ്ടതുണ്ട്. എൻ്റെ 2 ചോദ്യത്തിലുള്ള ഉത്തരം ബാബാ സാഹിബ് പറയേണ്ടതുണ്ട്. ബാബാ സാഹിബ് ചോദിച്ചിരിക്കുന്നത് ജിന്നുകളോടുള്ള അല്ലെങ്കിൽ ജിന്നുകളോടും മലക്കുകളോടുമുള്ള എല്ലാ സഹായാർത്ഥനയും ഷിർക്കാണ് എന്നതിന് എന്ത് രേഖയാണ് മുജാഹിദ് പക്ഷത്തു നിന്ന് വാദിക്കുന്ന നിങ്ങളുടെ കയ്യിലുള്ളത് എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. തീർച്ചയായും ന്യായമായ ചോദ്യമാണ്. അദ്ദേഹത്തിന് അറിയാഞ്ഞിട്ടായിരിക്കുമല്ലോ ചോദിക്കുന്നത്. എന്നാൽ അദ്ദേഹത്തിന് നമുക്ക് തെളിവ് നൽകാൻ പ്രയാസമില്ല. വിശുദ്ധ ഖുർആൻ വായിക്കുക. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയുന്നു, വല്ലദീന തദഊന മിൻ ദൂനിഹി മാ യംലികൂന മിൻ ഖിത്മീർ ഇൻ തദഊഹും ലാ യസ്മഊ ദുആഅക്കും വലൗ സമിഊ മസ്തജാബൂ ലക്കും വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർകികും വലാ യുനബ്ബിഉക മിസ്ലു ഖബീർ. അള്ളാഹുവിന് പുറമെ ആരോട് നിങ്ങൾ തേടുന്നുവോ അവർ ഒരു ഈത്തപ്പനക്കുരുവിൻ്റെ പാട പോലും ഉടമപ്പെടുത്തുന്നില്ല. അതായത് ഒരു ഈത്തപ്പനക്കുരുവിൻ്റെ പാട പോലും ഉടമസ്ഥതയില്ലാത്തവരോട് തേടുന്നതിനെ കുറിച്ചാണ് അള്ളാഹു ഇവിടെ വിരോധിച്ചിട്ടുള്ളത്. 1. അള്ളാഹു പറയുന്നു, വല്ലദീന തദഊന മിൻ ദൂനിഹി മാ യംലികൂന മിൻ ഖിത്മീർ ഇൻ തദഊഹും ലാ യസ്മഊ ദുആഅക്കും വലൗ സമിഊ മസ്തജാബൂ ലക്കും വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർകികും വലാ യുനബ്ബിഉക മിസ്ലു ഖബീർ. നിങ്ങൾ അള്ളാഹുവിന് പുറമെ ആരോട് ഇസ്തിഗാസ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടോ അവർ ഒരു ഈത്തപ്പനക്കുരുവിൻ്റെ പാട പോലും ഉടമപ്പെടുത്തുന്നില്ല. അത്തരക്കാരോട് ഒന്നും ചോദിക്കുന്നത് ഷിർക്കിന്റെ ഭാഗമാണ് എന്നാണ് അള്ളാഹു പറയുന്നത്. മാത്രമല്ല തുടർന്നുള്ള ആയത്തുകളിൽ അള്ളാഹു പറയുന്നത്, ഇൻ തദൂഹും നിങ്ങൾ അവരോട് ഇസ്തിഗാസ ചെയ്താൽ, ഇസ്തിഗാസ എന്നാണ് പണ്ഡിതന്മാർ അതിന് ഇത്തദൂഹും എന്നതിന് വിശദീകരണം നൽകിയിട്ടുള്ളത്. ലാ യസ്മഊ ദുആഅക്കും നിങ്ങളുടെ ഇസ്തിഗാസ അവർ കേൾക്കുകയില്ല. വലൗ സമീഉ ഇനി കേട്ടാൽ തന്നെ നിങ്ങൾക്ക് അവർ ഉത്തരം നൽകുകയുമില്ല. ഇവിടെ ജിന്ന് കേൾക്കും എന്ന ഒരു ന്യായമാണ് നമ്മുടെ വിഷ്ടം വിഭാഗത്തിലെ സഹോദരങ്ങൾക്ക് പറയാനുള്ളത്. അപ്പോൾ അതുകൊണ്ട് കേൾക്കുകയില്ല എന്നാണ് അള്ളാഹു പറയുന്നത്. മുസ്തജ ഇനി കേട്ടാൽ തന്നെ ഉത്തരം നൽകുകയില്ല. യൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർകികും നിങ്ങളുടെ ഈ ഷിർക്കിനെ അവർ അന്ത്യനാളിൽ നിഷേധിക്കുകയും ചെയ്യും. വലാ യുനബ്ബിഉക മിസ്ലു ഖബീർ ഇതിനെക്കുറിച്ച് വിവരം നൽകാൻ അള്ളാഹുവിനെ പോലെ മറ്റാരുമില്ല എന്നും അള്ളാഹു നമ്മെ അറിയിക്കുന്നു. ഇവിടെ കല്ലുകളും മരങ്ങളും വിഗ്രഹങ്ങളും ജീവനില്ലാത്തതും എല്ലാം പറഞ്ഞ ശേഷം ഇമാം ഖുർത്തുബി വിശദീകരിക്കുന്നത്, സുമ്മ യജൂസു അൻ യർജിഅ അദാ ഇലൽ മഅബൂദിയ്യീൻ അത് ആരാധിക്കപ്പെടുന്ന ബുദ്ധിയുള്ള ചിലരിലേക്കും അത് മടക്കപ്പെടാവുന്നതാണ്. ഉദാഹരണത്തിന് കൽ മലായികത്തി വൽ ജിന്നി വൽ അംബിയായി വശയാത്തീൻ അൻ യജ്ഹദൂന അൻ യകൂന മാ ഫഅൽതുമൂഹു ഹഖൻ വ അന്നഹും ഉമൂറക്കും ബിഇബാദതിഹിം കമാ അഖ്ബറല്ലാഹു അൻ ഈസ ബിഖൗലിഹി മാ യകൂനു ലി അൻ അഖൂലു വയജൂസു അൻ യുൻദിറു ഫീഹി അസ്നാമു അയ്ളൻ ഔ യഹ്യീഹ അല്ലാഹു. ഖുർത്തുബി. മലക്കുകൾ, ജിന്ന്, നബിമാർ, പിശാചുക്കൾ പോലെ ബുദ്ധിയുള്ള ആരാധ്യരിലേക്ക് ഈ ആയത്ത് മടക്കപ്പെടും. അതായത് നിങ്ങൾ ചെയ്തത് സത്യമല്ല എന്ന് പറഞ്ഞ് അവർ നിഷേധിക്കും. അവരെ ആരാധിക്കുവാൻ അവർ കൽപ്പിച്ചിരുന്നില്ല എന്നും പ്രഖ്യാപിക്കും. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞതുപോലെ, എനിക്ക് അവകാശമില്ലാത്തത് ഞാൻ കൽപ്പിക്കുകയോ വിഗ്രഹങ്ങളും ഇവിടെ ഉദ്ദേശിക്കൽ അനുവദനീയമാണ് എന്ന് ഇമാം ഖുർത്തുബി തങ്ങളും മറ്റ് ഇതര പണ്ഡിതന്മാരും വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് വിഗ്രഹങ്ങൾ മാത്രമല്ല, അമ്പിയാക്കള്, അതുപോലെ തന്നെ ജിന്ന്, ഷെയ്ത്താന്, മലായിക്കത്തുകൾ ഒക്കെ ഇവിടെ വരുന്നു എന്ന് ഈ ഖുർആന്റെ വിശദീകരണത്തിൽ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട KNM സംഘടനാ ഭാഗത്തു നിന്നുകൊണ്ട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ബഹുമാന്യനായ അബ്ദുറഹ്മാൻ സാഹിബ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം എഴുതിയിട്ടുള്ള വാദത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ ചോദിച്ചിട്ടുള്ളത്. അദ്ദേഹം എഴുതിയിട്ടുള്ള വാദത്തിൽ ഇസ്തിആനത്തു ബിൽ ജിന്നി എന്ന വിഷയത്തിലുള്ള സഹായ തേടൽ ഇബാദത്താകുന്നത്, അതേപോലെ തന്നെ ദുആ, ഇസ്തിഗാസ, ഇതൊന്നും അദ്ദേഹം എഴുതിയിട്ടില്ല. അദ്ദേഹം ഇവിടെ എഴുതിയിട്ടുള്ളത് ജിന്നിനോടായാലും മലക്കിനോടായാലും എല്ലാം ശിർക്കാകുന്നു. അതാണ് ചോദിച്ചിട്ടുള്ളത്. ജിന്നിനോടോ മലക്കിനോടുള്ള ഇബാദത്തല്ല നമ്മൾ തമ്മിലുള്ള തർക്കം. ജിന്നിനോടും മലക്കിനോടുമുള്ള ദുആ അല്ല നമ്മൾ തമ്മിലുള്ള തർക്കം. ജിന്നിനോടും മലക്കിനോടുമുള്ള ഇബാദത്തിന്റെ പരിധിയിൽ വരുന്ന ഇസ്തിഗാസയോ ഇസ്തിആദത്തോ അല്ല നമ്മുടെ തർക്ക വിഷയം. നമ്മുടെ തർക്ക വിഷയം എന്ന് പറയുന്നത് ജിന്നിനോടുള്ള സഹായം തേടലിൽ, ജിന്നുമായും മലക്കുമായും ഒരു മനുഷ്യൻ സഹായം ചോദിച്ചാൽ നിരുപാധികം മുത്തലക്കൻ ഷിർക്കാകുന്നു. ഇതാണല്ലോ നിങ്ങളുടെ വാദം. എല്ലാം ഷിർക്കാണ്, ഷിർക്കല്ലാത്തത് ഒന്നുമില്ല. അങ്ങനെയെങ്കിൽ ഇവിടെ ഇബാദത്തല്ല നമ്മുടെ ചർച്ചാ വിഷയം. ഇബാദത്തല്ല, ദുആ അല്ല, പ്രാർത്ഥനയല്ല. പ്രാർത്ഥനയുടെ ദുആഇന്റെ പരിധിയിൽ വരുന്ന ഇസ്തിഗാസയും ഇസ്തിആനത്തുമല്ല നമ്മുടെ ചർച്ചാ വിഷയം. നമ്മുടെ ചർച്ചാ വിഷയം ദുആഇന്റെയും ഇബാദത്തിന്റെയും ഇസ്തിഗാസയുടെയും പരിധിയിൽ വരാത്ത വതആവനു അലൽ ബിർരി വത്തഖ്വാ വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ. സൂറത്ത് മാഇദയിൽ 2-ാമത്തെ ആയത്തിൽ പറയുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നു. ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ സാഹിബ്, അങ്ങനെയെങ്കിൽ എന്റെ 7-ാമത്തെ ചോദ്യം, ഷിർക്കിന്റെ തഅരീഫ് എന്താണ് എന്ന് താങ്കൾ പറയണം. എന്താണ് ഷിർക്ക്? ഒരു സഹായ ചോദ്യം, അത് ഷിർക്കാകുന്നത് എപ്പോൾ? ഒരു സഹായ ചോദ്യം ജിന്നിനോടും മലക്കിനോടും ആരെങ്കിലും നടത്തിയാൽ അത് ഷിർക്കാകുന്നത് എപ്പോൾ? ഇവിടെ ഞാൻ പാരായണം ചെയ്ത സൂറത്തുൽ മാഇദയിലെ 2-ാമത്തെ ആയത്ത് പ്രകാരം മനുഷ്യന്മാർ തമ്മിലുള്ള പുണ്യങ്ങളിലും അതേപോലെയുള്ള തഖ്വയിലും പരസ്പരം നിങ്ങൾ സഹകരിക്കുക. നമുക്കറിയാം മാനുഷികമായ സഹായ സഹകരണങ്ങൾ നമ്മുടെ മുന്നിലുള്ള, ഇതേപോലെയുള്ള നമ്മുടെ മുന്നിലുള്ള ഹാദിറുള്ള മനുഷ്യന്മാർ തമ്മിലുള്ള സഹായ സഹകരണം പോലെ നമ്മുടെ അടുത്തുള്ള, നമ്മുടെ ശബ്ദം കേൾക്കുന്ന പരിധിയിലുള്ള ഹാദിറായ, ഖാദിറായ, കഴിവുള്ള, ഹയ്യായ, ജീവനുള്ള ഒരു ജിന്നോ മലക്കോ ഉണ്ടെങ്കിൽ മനുഷ്യൻ മനുഷ്യനോട് ചോദിക്കുന്ന ഒരു സഹായം, സൂറത്തുൽ മാഇദയിലെ 2-ാമത്തെ ആയത്തിൽ പറഞ്ഞ ഇബാദത്തിന്റെ ദുആഇന്റെ പരിധിയിൽ വരാത്ത സാധാരണ മനുഷ്യൻ മനുഷ്യനോട് നടത്തുന്ന സഹായങ്ങൾ, അള്ളാഹുവിനോട് ചോദിക്കുന്ന സഹായമല്ല, മനുഷ്യൻ മനുഷ്യനോട് നടത്തുന്ന സാധാരണ സഹായങ്ങൾ. ഇത് ജിന്നിനോടോ മലക്കിനോടോ ഒരു മനുഷ്യൻ നടത്തിയാൽ അത് ഷിർക്കാകുന്നതിന്റെ മാനദണ്ഡം, അത് ഇബാദത്താകുന്നതിന്റെ മാനദണ്ഡം, അത് ദുആ ആകുന്നതിന്റെ മാനദണ്ഡം. അതാണ് താങ്കൾ ഇവിടെ വിശദീകരിക്കേണ്ടത്. അതാണ് എന്റെ 7-ാമത്തെ ചോദ്യം. ഷിർക്കിന്റെ തഅരീഫ് പറഞ്ഞുകൊണ്ട് മനുഷ്യൻ മനുഷ്യനോട് നടത്തുന്ന സാധാരണയുള്ള സഹായ ചോദ്യം, അത് ഹയ്യും ഹാദിറും ഖാദിറുമായ ഒരു ജിന്നിനോടോ മലക്കിനോടോ ഒരു മനുഷ്യൻ നടത്തി കഴിഞ്ഞാൽ, ഒരു സഹായം ചോദിച്ചു കഴിഞ്ഞാൽ, ഇബാദത്തിന്റെ പരിധിയിൽ വരാത്ത, ദുആഇന്റെ പരിധിയിൽ വരാത്ത, ഇസ്തിഗാസയുടെയും ഇസ്തിആനത്തിന്റെ പരിധിയിൽ വരാത്ത, അള്ളാഹുവിനോട് ചോദിക്കുന്ന, അള്ളാഹുവിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് പോലെയല്ല, മനുഷ്യൻ മനുഷ്യനിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് പോലെ, അങ്ങനെയുള്ള ഒരു സഹായ ചോദ്യം, ഭൗതികമായ സഹായ ചോദ്യം, അത് ഷിർക്കാകുന്നതിന്റെ മാനദണ്ഡമാണ് താങ്കൾ വിശദീകരിക്കേണ്ടത്. നിങ്ങൾക്ക് എല്ലാം ഷിർക്കാണ്, ജിന്നിനോടും മലക്കിനോടും എല്ലാം ഷിർക്കാണ്, ഷിർക്കല്ലാത്തത് ഒന്നുമില്ല. അങ്ങനെയെങ്കിൽ ഷിർക്കിന്റെ തഅരീഫ് കൊണ്ടുവന്ന് എല്ലാ സഹായ ചോദ്യങ്ങളും ഷിർക്കാണ് എന്ന് താങ്കൾ തെളിയിക്കണം. നിങ്ങളുടെ വാദം, നിങ്ങൾ ഷിർക്കിന്റെ തഅരീഫ് കൊണ്ടുവന്ന് എല്ലാ സഹായ ചോദ്യങ്ങളും ജിന്നിനോടും മലക്കിനോടുമായാൽ അത് ഷിർക്കാകുന്നു എന്ന് താങ്കൾ തെളിയിക്കണം. എന്റെ 7-ാമത്തെ ചോദ്യം, ഷിർക്കിന്റെ തഅരീഫ് കൊണ്ടുവന്ന് മനുഷ്യൻ മനുഷ്യനോട് നടത്തുന്ന ഒരു സഹായ ചോദ്യം ജിന്നിനോടോ മലക്കിനോടോ നടത്തിയാൽ അത് ഷിർക്കാണ് എന്ന് ഷിർക്കിന്റെ മാനദണ്ഡം പറഞ്ഞ് അത് തെളിയിക്കുക. ഇതാണ് എന്റെ 7-ാമത്തെ ചോദ്യം. മൗലവി സാഹിബ് പറഞ്ഞതിൽ എല്ലാം ഷിർക്കാകുന്നു
എല്ലാ ഇസ്തിആനത്തും ഷിർക്കാകുന്നു, എല്ലാ ഇസ്തിആനത്തും ഷിർക്കാകുന്നു. വാദത്തിൽ അങ്ങനെയല്ലേ? എല്ലാം ഷിർക്കാകുന്നു. അതിന്റെ ആയത്ത് എവിടെ? അതിന്റെ ഹദീസ് എവിടെ? അതിന്റെ ഇബാറത്ത് എവിടെ? അതാണ് ഷിർക്കിന്റെ താരിഫ് കൊണ്ടുവന്ന് തെളിയിക്കേണ്ടത്. കുല്ലും, എല്ലാം എന്ന് പറഞ്ഞതിന്റെ അറബി എന്താണ്? എല്ലാം ഷിർക്കാകുന്നു എന്നതിന്റെ അറബി എന്താണ്? മൗലവി സാഹിബ്, ഷിർക്കിന്റെ താരിഫ് എവിടെ മൗലവി? ഇവിടെ ഇബാദത്താകുന്ന ദുആ ആകുന്ന സഹായത്തേട്ടം ഇവിടെ സമസ്തക്കാരും മുജാഹിദുകളും ജമാഅത്തേക്കാരും മുസ്ലിമീങ്ങളുടെ ഇടയിൽ തർക്കമുള്ള വിഷയമല്ല. മുസ്ലിമീങ്ങളുടെ ഇടയിലുള്ള തർക്ക വിഷയം ഇബാദത്താകുന്ന സഹായം തേട്ടമല്ല. ദുആഇന്റെ പരിധിയിൽ വരുന്നത്, ഇബാദത്തിന്റെ പരിധിയിൽ വരുന്നത്. അത് സൂറത്തുൽ ഫാത്തിഹ വിശദീകരിക്കുന്നു, ഖുർആൻ ഹദീസ് വിശദീകരിക്കുന്നു. ഇബാദത്തിന്റെ പരിധിയിൽ വരാത്ത, ദുആഇന്റെ പരിധിയിൽ വരാത്ത, അള്ളാഹുവിന്റെ നാമഗുണ വിശേഷണങ്ങളിൽ പങ്കു ചേർക്കാത്ത, മനുഷ്യനോട് നടത്തുന്ന ഒരു സഹായ ചോദ്യം, മനുഷ്യനോട് നടത്തുന്ന സഹായം തേടലുണ്ടല്ലോ, മനുഷ്യനോട് നടത്തുന്ന സഹായം തേടൽ, അത് ജിന്നിനോടോ മലക്കിനോടോ ഒരാൾ നടത്തിയാൽ അത് ശിർക്കാകുന്നതിന്റെ മാനദണ്ഡം എന്താണ് എന്നതാണ് ചോദ്യം. നിങ്ങളുടെ വാദത്തിൽ നിന്നുകൊണ്ടാണ് ചോദ്യം. നിങ്ങൾക്ക് എല്ലാം ഷിർക്കാണ്, എല്ലാം ഷിർക്കാണ് എങ്കിൽ നിങ്ങൾ ഷിർക്കിന്റെ താരീഫ് കൊണ്ടുവരൂ, ദുആഇന്റെ താരീഫ് കൊണ്ടുവരൂ, ഇബാദത്തിന്റെ താരീഫ് കൊണ്ടുവരൂ. മലയാളത്തിൽ പ്രാർത്ഥനയുടെ താരീഫെങ്കിലും, പ്രാർത്ഥനയുടെ നിർവചനമെങ്കിലും കൊണ്ടുവന്ന് അത് തെളിയിക്കൂ. പഠിതാക്കൾ മനസ്സിലാക്കട്ടെ. അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ ദുർവ്യാഖ്യാനം ചെയ്യാനല്ല പറഞ്ഞിട്ടുള്ളത്. ബാബാ സാഹിബേ, ഖുർആനിലും ഹദീസിലും തെളിവുണ്ടോ എന്നല്ലേ നിങ്ങൾ ചോദിച്ചത്? അപ്പോൾ ഖുർആനിൻ്റെയും ഹദീസിൻ്റെയും വാചകങ്ങളും അതിൻ്റെ തഫ്സീറുകളും ഉദ്ധരിക്കുമ്പോൾ അറബിയിലെ ഉദ്ധരിക്കാൻ പറ്റുള്ളൂ. അതാണ് ദുആ എന്നും ദുആക്ക് വിശദീകരണമായി പണ്ഡിതന്മാർ, മുഫസ്സിറുകൾ അത് ഐ ഇൻ തസ്തഗീസു ബിഹിം ബിൻ നവായിബി ലാ യസ്മഉ ദുആഉക്കും എന്ന് വളരെ വ്യക്തമായി തന്നെ അവർ എഴുതിയിട്ടുണ്ട്. അത് എൻ്റെ വകയൊന്നുമല്ല, പണ്ഡിതന്മാർ എഴുതി വച്ചതാണ്. ജിന്നിനോടുള്ള സഹായ അർത്ഥന, അത് ആരാധനയല്ലാത്ത ഒരിനം ഇല്ല. ഉണ്ടെങ്കിൽ ആധികാരികരായ പണ്ഡിതന്മാരാരെങ്കിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുത്താമായിരുന്നു. 5 മിനിറ്റാണ് നിങ്ങളുടെ ചോദ്യം, 2 മിനിറ്റാണ് നിങ്ങൾക്ക് അനുവദിച്ചിരുന്നത്. അതിന് നിങ്ങൾ 5 മിനിറ്റ് ചോദ്യം തന്നെ ചോദിച്ചിട്ടുണ്ട്. എന്നാൽ നിങ്ങൾക്ക് സമർത്ഥിക്കാമായിരുന്നു, ഏതെങ്കിലും ആധികാരികരായ പണ്ഡിതന്മാർ ജിന്നുകളോട് ഇബാദത്തല്ലാത്ത തേട്ടമുണ്ട് എന്ന് പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് പറയാമായിരുന്നു. അതൊന്നും പറയാതെ നിങ്ങൾ വെറുതെയെങ്കിലും എന്തിനാണ് ആളുകളെ കബളിപ്പിക്കാൻ ശ്രമിക്കുന്നത്? നിങ്ങൾ ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും തെളിവ് ഉദ്ധരിച്ചുകൊണ്ട് സംസാരിക്കാനാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഖുർആനിൽ നിന്ന് ഉദ്ധരിക്കുമ്പോൾ സഹായം എന്ന വാക്ക് മലയാളമല്ലേ, ഖുർആൻ അറബിയിലല്ലേ, തഫ്സീർ അറബിയിലല്ലേ? അപ്പോൾ ഇസ്തിഗാസ എന്നല്ലേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ജിന്നുകളോടും മലക്കുകളോടും വിഗ്രഹങ്ങളോടും മറ്റ് ഇതര ആരാധ്യ വസ്തുക്കളോടുമൊക്കെ സഹായം തേടുന്ന വിഷയമാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. മലയാളത്തിൽ പറയുമ്പോൾ സഹായം തേട്ടെന്ന് പറയും, അറബിയിൽ ദുആ എന്ന് പറയും, ഇസ്തിഗാസ എന്ന് പറയും. ഇത് തസ്തഗീസൂന റബ്ബക്കും ഇബാദത്തല്ലേ? ഇസ്തിഗാസ ഇബാദത്തല്ലേ? അതിനല്ലേ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. എന്താണ് ബാബാ സാഹിബ് നിങ്ങൾ ഇങ്ങനെയൊക്കെ ആളുകളെ കബളിപ്പിക്കാൻ? പച്ചയായി കണ്ണുക്ക് നോക്കിയാണ് ആൾക്കാരെ പറ്റിക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് കുറച്ച് വിവരമുള്ളവർക്ക് മുഖത്ത് കുറച്ച് താടിയൊക്കെ മുളച്ചിട്ടില്ലേ? അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ ഒരു പക്വതയിൽ സംസാരിക്കണ്ടേ, മാന്യമായി സംസാരിക്കണ്ടേ? വറഹ്മത്തുള്ളാഹി. എല്ലാം ഷിർക്കാവുന്നു എന്നതിൻ്റെ അറബി എന്താണെന്നറിയോ നിങ്ങൾക്ക്? മിൻ ദൂനില്ലാ എന്ന് പറഞ്ഞാൽ തന്നെ അള്ളാഹുവിന് ഓർമ്മയുള്ളതൊക്കെ വരും. എവിടെ നിങ്ങളൊക്കെ ഖുർആൻ പഠിച്ച്? വല്ലദീന തദൂന മിൻ ദൂനിഹി മാ യംലികൂന മിൻ ഖിത്മീർ. വല്ലദീന തദൂന മിൻ ദൂനിഹി മാ യംലികൂന മിൻ ഖിത്മീർ. ഒരു കിത്മീറിന്റെ, ഒരു ഈത്തപ്പനക്കുരുവിന്റെ പാടയുടെ ഉടമസ്ഥത പോലും ഇല്ലാത്ത അള്ളാഹുവിന് പുറമെയുള്ളവരോട് നിങ്ങൾ തേടിയാൽ അതാണ് ഷിർക്ക് എന്ന് അള്ളാഹു പറഞ്ഞത്. മനസ്സിലായില്ലേ?
അള്ളാഹുവിന് പുറമേയുള്ളതൊക്കെ സൃഷ്ടികളാണ്. പിന്നെ നിങ്ങൾ പറഞ്ഞല്ലോ, സാധാരണ നമ്മൾ മനുഷ്യന്മാരിൽ നിന്ന് അല്ലെങ്കിൽ സൃഷ്ടികളിൽ നിന്ന്, പടപ്പുകളിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന അതിനെ കുറിച്ച് നമ്മൾ ഇന്നലെ ഇമാം നവവിയിൽ നിന്നും ഇമാം റാസിയിൽ നിന്നും നാം വായിച്ചു. അത് നിങ്ങൾ അറിയാഞ്ഞിട്ടല്ലോ, അറിയായിക നടിക്കുകയല്ലേ നിങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. അള്ളാഹു ഇവിടെ കിത്മീറിനെ ഉടമപ്പെടുത്താത്തവർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. കിത്മീറിനെ ഉടമപ്പെടുത്താത്തവർ. ജിന്നുകൾക്ക് കിത്മീറിന്റെ ഉടമസ്ഥതയുണ്ടോ? പറയൂ. വിഗ്രഹങ്ങൾക്ക് കിത്മീറിന്റെ ഉടമസ്ഥതയുണ്ടോ? മരിച്ചവർക്ക് കിത്മീറിന്റെ ഉടമസ്ഥതയുണ്ടോ? ഇല്ല. പക്ഷെ ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് കിത്മീറിന്റെ ഉടമസ്ഥതയുണ്ട്. ഈത്തപ്പന കുരുവിന്റെയും ഈത്തപ്പനയുടെയും ഈത്തപ്പഴത്തിന്റെയും ഉടമസ്ഥതാവകാശമുള്ളവരാണ് ജീവിച്ചിരിക്കുന്ന മനുഷ്യന്മാർ, ഭാഗികമായിട്ടെങ്കിലും. എന്നാൽ ഒരു ലവലേശം പോലും ഒരു കിത്മീറിന്റെ ഉടമസ്ഥാവകാശം മലക്കുകൾക്കില്ല, ജിന്നുകൾക്കില്ല, അതുപോലെ തന്നെ മരിച്ചവർക്കില്ല, വിഗ്രഹങ്ങൾക്കില്ല. മനസ്സിലായില്ലേ? അപ്പൊ സാധാരണ മനുഷ്യർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും താവനു അലൽ ബിർരി വത്തഖ്വ വലാ താവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ എന്ന് പറഞ്ഞതിന്റെ വിശദീകരണത്തിൽ ജിന്നുകളോട് സഹായം തേടുന്നതിൽ ശിർക്കല്ലാത്ത ഹറാമായവ ഉണ്ട് എന്ന് പറഞ്ഞ ഏത് മുഫസ്സിറാണ് നിങ്ങളുടെ അറിവിലുള്ളത്? ഒന്ന് പറയാമോ? നിങ്ങൾക്ക് ആധികാരികരായ മുഫസ്സിറുകളിൽ നിന്ന് നിങ്ങൾക്ക് ഉദ്ധരിക്കാമോ? ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ ജിന്നുകളോടും മലക്കുകളോടും തേടുന്നതിൽ ശിർക്കല്ലാത്ത ഇനമുണ്ട്, ശിർക്കല്ലാത്ത ഹറാമുള്ള ഇനമുണ്ട് എന്ന് ഏതെങ്കിലും പണ്ഡിതന്മാർ വിശദീകരിച്ചാൽ നിങ്ങൾക്ക് പറയാൻ കഴിയുമോ? പിന്നെ എന്താണ് നിങ്ങളുടെ ആശയപ്പാപ്പരത്വം? ഇവിടെ മലവെള്ളപ്പാച്ചിലിൽ ഒലിച്ചു പോകുന്നു എന്ന ബേജാറും വെപ്രാളവുമാണ് നിങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അലൈക്കും വറഹ്മത്തുള്ളാഹി. ബഹുമാന്യനായ എൻ്റെ അഫ്സർ സാഹിബ്, ഇന്നലെ ഞാൻ അദ്ദേഹത്തോട് ഒരു 5 ചോദ്യം ചോദിച്ചതിലും ഒരു തെളിവ് പോലും അദ്ദേഹം ഉദ്ധരിച്ചിട്ടില്ല. ഖുർആനിൽ നിന്ന്, ഹദീസിൽ നിന്ന്, ഇജ്മാഇൽ നിന്ന് തെളിയിക്കൂ. എത്ര ആ 5 ചോദ്യത്തിനും ഞാൻ പറഞ്ഞിരുന്നു. 5 ചോദ്യത്തിനും അദ്ദേഹം ഖുർആനിൽ നിന്നോ ഹദീസിൽ നിന്നോ ഇജ്മാഇൽ നിന്നോ ഖിയാസിൽ നിന്നോ അദ്ദേഹം തെളിവ് ഉദ്ധരിച്ചിട്ടില്ല അദ്ദേഹത്തിന്റെ വാദത്തിന്. ശ്രദ്ധേയമാണല്ലോ. ഇരിക്കട്ടെ, ഇപ്പോൾ നിങ്ങൾ ഇടപെട്ടിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് താരീഫ് ഞാൻ പറയാം. അശ്ശിർക്കു ഇസ്ബാത്തി ശരീക്കി ഫിൽ ഉലൂഹിയ്യത്തി ബിമഅനാ വുജൂബിൽ വുജൂദി കമാലിൽ മജൂസി ഔ ബിമഅനാ ഇസ്തിഹ്ഖാഖിൽ ഇബാദത്തി കമാ ലിഅബ്ദത്തിൽ അസ്നാം. ഷിർക്ക് എന്നത് ഉലൂഹിയ്യത്തിൽ പങ്കുകാരെ സ്ഥാപിക്കലാണ്. മജൂസികളെ പോലെ അസ്തിത്വം നിർബന്ധമാണെന്ന ആശയത്തിലോ അല്ലെങ്കിൽ വിഗ്രഹാരാധകരെ പോലെ ഇബാദത്തിന് അവകാശപ്പെട്ടവരാണെന്ന നിലക്കോ. ഇത് ശറഉൽ അഖായിദിൽ നിന്നാണ് ഞാൻ വായിക്കുന്നത്. ഇനി ഇതിന്റെ പ്രാവർത്തിക രൂപം എങ്ങനെയാണ് എന്ന് മഹാനായ മുഹ്യിദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത് നമുക്ക് വായിക്കാം. ലാ തഷ്കു ഫി ഹാലത്തിൽ ബലിയത്തി ഇലാ അഹദിൻ മിൻ ഖൽഖില്ലാ ഫദാലിക ഇശ്റാകും മിൻക് ബിഹി ലാ യംലികു മാഹു ഫി മുൽകഹു അഹദൻ ഷൈഅൻ ലാ ളാറ വലാ നാഫിയ വലാ റാഫിയ വലാ നാഫിയ വലാ ജാലിബ വലാ മുൻഖിമ വലാ മുബ്ലി വലാ മആഫി വലാ മുബ്രി ഗൈറഹു വലാ തസ്തഗിൽ ബിൽ ഖൽഖി ഫഅലൈക ബിൽ ഇസ്തിആസതി ഇലൈഹി. വിപൽ ഘട്ടങ്ങളിൽ, പ്രതിസന്ധി ഘട്ടങ്ങളിൽ അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ആരോടും നീ ആവലാതിപ്പെടരുത്. അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ജിന്ന് എന്നല്ല, മലക്ക് എന്നല്ല, മരിച്ചവർ എന്നല്ല, വിഗ്രഹങ്ങൾ എന്നല്ല, അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ആരോടും നീ ആവലാതി ബോധിപ്പിക്കരുത്. രാത്രിയുടെ ഇരുളിൽ തപ്പിത്തടഞ്ഞ് നീങ്ങുന്ന ഒരാൾ ഒരു വെളിച്ചം തരുമോ, എന്നെ ഒന്ന് സഹായിക്കാമോ എന്ന് പറയണ്ടല്ലോ, അത് ആവലാതി തന്നെയാണ്. വെളിച്ചം കിട്ടാത്ത സമയത്ത് വെളിച്ചം ചോദിക്കുക എന്ന ആവലാതി ബോധിപ്പിക്കുകയാണ്. ഈ ആവലാതി നീ ആരോടും പറയരുത്, ഒരു സൃഷ്ടികളോടും പറയരുത്. അങ്ങനെ നീ പറഞ്ഞാൽ അത് നിന്നിൽ നിന്നുള്ള ഷിർക്കാണ്. അള്ളാഹുവിന്റെ അധികാരത്തിൽ ആരും ഒന്നും തന്നെ അധീനമാക്കുന്നില്ല. അവനല്ലാതെ ഉപകാരം, ഉപദ്രവം, വിപത്തിനെ നീക്കൽ, കൊണ്ടുവരൽ, രോഗം നൽകൽ, സുഖപ്പെടുത്തൽ എന്നിവ ചെയ്യാൻ ആർക്കും സാധ്യമല്ല. അതിനാൽ സൃഷ്ടികളുമായി നീ വ്യാപൃതനാകരുതേ. നീ അള്ളാഹുവിനോട് മാത്രം ഇസ്തിഗാസ ചെയ്യൽ നിർബന്ധമാണ്. മഹാനായ മുഹ്യിദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹി ആ ഷിർക്കിന്റെ നിർവചനം മനസ്സിലാക്കിയ
ആ മഹാനായ മൊയ്തീൻ ശേഖ് റഹ്മത്തുള്ളാഹി അലൈഹിയാണ് ഷിർക്ക് എന്താണ് എന്ന് വിശദീകരിച്ചിട്ടുള്ളത്. മനസ്സിലായി കാണുമെന്ന് കരുതട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാന്യരായ സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ച് പാലിച്ച് ജീവിക്കണേ എന്ന് എന്നോടെന്ന പോലെ എൻ്റെ സഹോദരങ്ങളെയും ഉണർത്തുന്നു, ആവശ്യപ്പെടുന്നു. നാം ഇവിടെ 2 ദിവസമായി നീണ്ടുനിന്ന സംവാദത്തിനൊടുവിൽ അതിൻ്റെ ഒരു അവലോകനമാണ് എനിക്ക് ഇവിടെ ബാക്കിയുള്ളത്. ഇന്നലെയും മിനിയാന്നും ഉറക്കം ഒരുപാട് നഷ്ടപ്പെട്ടു. അവസാനം ബാബാ സാഹിബിൻ്റെ 25ഓളം മിനിറ്റുകൾ അവലോകനവും കഴിയുന്നതോടും ഒരു കാത്തിരിക്കാൻ എനിക്ക് എൻ്റെ ശരീരം അനുവദിച്ചില്ല. അതുകൊണ്ട് ഉറങ്ങിപ്പോയി. അതുകൊണ്ടാണ് ഇന്നലെ പ്രതികരിക്കാൻ കഴിയാതിരുന്നത്. എൻ്റെ സത്യാന്വേഷികളായ സഹോദരങ്ങൾ ക്ഷമിക്കുമെന്ന് കരുതട്ടെ. ഇവിടെ സമസ്ത വിഭാഗത്തിൻ്റെ ഒരു ക്ലാസ് റൂമിൽ അവർ ക്രിയേറ്റ് ചെയ്ത വിവിധ ക്ലാസ് റൂമുകളിലേക്ക് സംപ്രേഷണം ചെയ്യാൻ സൗകര്യപ്പെടുമാറ് അവർ ഇവിടെ നമുക്ക് സംവാദത്തിന് വേദി ഒരുക്കി തന്നു. ഇതിൻ്റെ പിന്നിൽ അവരുടെ ഉദ്ദേശം എന്താണ് എന്ന് നമുക്കറിയില്ല. അല്ലാഹു ആലം. ഏതായാലും നമ്മെ സംബന്ധിച്ചിടത്തോളം നാം മനസ്സിലാക്കിയ സത്യം സത്യാന്വേഷികളായ ആളുകളുടെ കാതിലെത്തിക്കുക, ഇത് നമ്മിൽ അർപ്പിതമായ ഉത്തരവാദിത്തമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മാത്രമാണ് ഏത് സ്ഥലത്തായാലും നമുക്ക് പറയാനുള്ളത് സത്യമായത് എവിടെ വെച്ചും പറയാം എന്ന ഒരു ബോധമാണ് ഈ ക്ലാസ് റൂമിൽ പറയാൻ എനിക്ക് ധൈര്യം പകർന്നത് എന്നറിയിക്കുന്നു. പിന്നെ ഇത് സംഘടിപ്പിച്ചവരുടെ ഉദ്ദേശങ്ങൾ അള്ളാഹുവിന് മാത്രമാണ് കൂടുതൽ അറിയുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ വിശുദ്ധ ഖുർആനിൽ ഇപ്രകാരം പറയുന്നുണ്ട്: ഓരോരുത്തരും പല തന്ത്രങ്ങളും ഉദ്ദേശിച്ചുകൊണ്ട് പല കാര്യങ്ങളും ചെയ്യാറുണ്ട്. പക്ഷേ തന്ത്രങ്ങളുടെ അവസാനം സത്യത്തിൻ്റെ വിജയമായിരിക്കും. സൃഷ്ടികളുടെ ഒരു തന്ത്രവും അള്ളാഹുവിൻ്റെ സത്യത്തിനു മുമ്പിൽ വിലപ്പോവുകയില്ല എന്ന അർത്ഥത്തിൽ വിശുദ്ധ ഖുർആനിലെ വചനങ്ങൾ നമുക്ക് വായിക്കാൻ കഴിയും. വമകറു മക്റൻ വമകർന മക്റൻ വഹും ലാ യശൂറൂൻ ഫൻളുർ കൈഫ കാന ആഖിബത്തു മക്രിഹിം അന്നാ ദമ്മർനാഹും വഖൗമുഹും അജ്മഈൻ. അവർ ഒരു തന്ത്രം പ്രയോഗിച്ചു, അവർ ഓർക്കാതിരിക്കെ നാമും ഒരു തന്ത്രം പ്രയോഗിച്ചു. എന്നിട്ട് അവരുടെ തന്ത്രത്തിൻ്റെ പര്യവസാനം എങ്ങനെയായിരുന്നു എന്ന് നോക്കുക. അതെ, അവരെയും അവരുടെ ജനങ്ങളെയും മുഴുവനും നാം തകർത്ത് കളഞ്ഞു എന്ന് അള്ളാഹു പറയുന്നുണ്ട്. അപ്പം അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ദീനിനെ മറച്ചു പിടിക്കാനോ അള്ളാഹുവിൻ്റെ ദീനിനെ പരിഹസിക്കാനോ വിശുദ്ധ ഖുർആനെയും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളെയും പരിഹസിക്കാനോ എന്തൊക്കെ ഉദ്ദേശത്തിന് വേണ്ടി ആരൊക്കെ എന്തൊക്കെ ചെയ്തുവോ അവരുടെ തന്ത്രങ്ങളൊക്കെ അള്ളാഹു തകർത്ത് കളയുമെന്ന് അള്ളാഹു ഖണ്ഡിതമായി തന്നെ നമ്മെ അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്ത്രശാലികളുടെ തന്ത്രത്തിൽ നിന്ന് നമ്മൾ ഭയപ്പെടേണ്ട യാതൊരു കാര്യവുമില്ല. നാം നല്ല ഉദ്ദേശത്തോടു കൂടി മുന്നോട്ടിറങ്ങിയാൽ അത് അള്ളാഹു വിജയിപ്പിച്ചു തരികയും തന്ത്രക്കാരുടെ തന്ത്രങ്ങളെ അള്ളാഹു പരാജയപ്പെടുത്തുകയും ചെയ്യുമെന്ന വിശുദ്ധ ഖുർആനിൻ്റെ അധ്യാപനങ്ങളിൽ നിന്ന് ഊർജ്ജം ഉൾക്കൊണ്ടാണ് ഞാൻ ഇതിനെ സംബന്ധിച്ചിട്ടുള്ളത്. എൻ്റെ സഹോദരങ്ങൾ പലരും നിരുത്സാഹപ്പെടുത്തിയിരുന്നുവെങ്കിലും എൻ്റെ ആ വിശുദ്ധ ഖുർആനിൽ നിന്നും പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയിൽ നിന്നും ഊർജം പകർന്ന എൻ്റെ ഹൃദയത്തിന് അത് മുഖവിലക്കെടുക്കാൻ കഴിഞ്ഞില്ല. എൻ്റെ സഹോദരങ്ങളുടെ
വിരോധിക്കൽ ഇതിൽ പരിപാടി പങ്കെടുക്കരുത് എന്ന അവരുടെ സ്നേഹത്തോടു കൂടിയുള്ള ഉപദേശം എനിക്ക് പരിഗണിക്കാൻ കഴിഞ്ഞില്ല. സ്നേഹത്തോടെയാണെങ്കിലും അല്ലാതെയാണെങ്കിലും നമ്മൾ മനസ്സിലാക്കിയ സത്യം നമ്മുടെ ജനങ്ങൾക്ക് എത്തിക്കുക എന്നത് നമ്മുടെ ഉത്തരവാദിത്തമായി അള്ളാഹു നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്, റസൂലുള്ളാഹി നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്, മുൻഗാമികളായ സലഫു സ്വാലിഹികൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. കാരണം എന്തെന്ന് വെച്ചാൽ മഹാന്മാരായ മുൻഗാമികൾ സഹിച്ച ത്യാഗം എത്രത്തോളമാണെന്ന് നമുക്കറിയാം. മഹാനായ അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം മനസ്സിലാക്കിയ സത്യം മുസ്ലിം ഭരണാധികാരികളുടെ മുമ്പിൽ പോലും പറഞ്ഞു പിടിച്ചു നിൽക്കാൻ കഴിയാതെ കൊല്ലങ്ങളോളം ജയിലിൽ അദ്ദേഹത്തിന് താമസിക്കേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ മുൻഗാമികളായ ഒരുപാട് ചരിത്രകാരന്മാർ അല്ലെങ്കിൽ ഒരുപാട് മുൻഗാമികളായ ഇമാമുമാരാവട്ടെ പരിഷ്കർത്താക്കളാകട്ടെ ത്യാഗങ്ങൾ അനവധി നിരവധി സഹിച്ചവരാണ് മുസ്ലിം സമൂഹത്തിൽ നിന്ന് തന്നെ, നമുക്കറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ട് സത്യത്തോട് പുറംതിരിഞ്ഞ് നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം സത്യം ഉൾക്കൊള്ളാൻ പ്രയാസമുണ്ടാകും. പക്ഷേ നമ്മുടെ ഗുണകാംക്ഷികൾ നമ്മളെ ഉപദേശിക്കുന്നത് ആ അർത്ഥത്തിലാവില്ല. അവർ മനസ്സിലാക്കിയ രൂപത്തിൽ നമ്മൾക്ക് പ്രയാസമുണ്ടാവരുത് എന്ന് കരുതിയായിരിക്കാം അവരങ്ങനെ പറയുന്നത്. അവർക്കും നമ്മൾക്കും അള്ളാഹു നമ്മുടെയും ഉദ്ദേശ ശുദ്ധി അനുസരിച്ചുള്ള പ്രതിഫലം നൽകുമാറാകട്ടെ എന്നാണ് അഭിഷേകമായി എനിക്ക് പറയാനുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പറഞ്ഞു വന്നത് ബാബാ സാഹിബുമായി നാം നടത്തിയ ഈ സംവാദം അൽഹംദുലില്ലാ ബാബാ സാഹിബിൻ്റെ ആവനാഴിയിലുള്ള എല്ലാ അമ്പുകളും പുറത്തെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇഷ്ടം വിഭാഗത്തിന് ഇതിലപ്പുറം ഒരു സംവാദം നടത്താനോ ഒരു വിഷയം അവതരിപ്പിക്കാനോ ഇതിലപ്പുറം ഒരു അവലോകനം നടത്താനോ കഴിവുള്ളവർ ഇഷ്ടം ലോകത്തില്ല എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. അതുകൊണ്ട് അതിൽ ഏറ്റവും തലയെടുപ്പുള്ള ഒരു പണ്ഡിതനെ തന്നെ നമുക്ക് ലഭിച്ചത് ഞാൻ ചാരിതാർത്ഥത്തോടെയാണ് ഓർക്കുന്നത്. നമ്മുടെ തർക്ക വിഷയം ഇതായിരുന്നു. ഇസ്തിആനത്തു ബിൽ ജിന്ന് എന്ന വിഷയത്തിൽ ഷിർക്കായതും ഉണ്ട്, വസീലത്ത് ഷിർക്കായതും ഉണ്ട്, എന്നാൽ എല്ലാം ഹറാമാണ് എന്നതാണ് നമ്മുടെ ഇഷ്ടം വിഭാഗത്തെ പ്രതിനിധീകരിക്കുന്ന ബാബാ സാഹിബിൻ്റെ വാദം. എന്നാൽ ആ അടിസ്ഥാനപരമായ വാദത്തിലാണ് അവർ ഭിന്നിച്ചു പോയത് എന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അതുകൊണ്ട് തന്നെ മുസ്ലിം സമുദായത്തിൽ ഒരു ഭിന്നത ഉടലെടുക്കാൻ മാത്രം തക്കതായ തെളിവുകൾ അവരുടെ ഈ വാദത്തിനുണ്ടോ എന്ന് അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു. പക്ഷേ വിശുദ്ധ ഖുർആനിൽ നിന്നോ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ നിന്നോ അതുപോലെ തന്നെ ആ ഹദീസുകളെ വിശദീകരിച്ച മുഹദ്ദിസുകളിൽ നിന്നോ അല്ലെങ്കിൽ വിശുദ്ധ ഖുർആൻ വിശദീകരിച്ച മുഫസ്സിറുകളിൽ നിന്നോ അദ്ദേഹത്തിന് ഉദ്ധരിക്കാൻ കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല, അദ്ദേഹം വാചക കസർത്ത് കൊണ്ട് നാവിൻ്റെ ബലം കൊണ്ട് പിടിച്ചു നിൽക്കാമെന്ന വ്യാമോഹത്തിലായിരുന്നു എന്നാണ് നാം മനസ്സിലാക്കുന്നത്. ഒരു തെളിവ് പോലും അദ്ദേഹത്തിൻ്റെ ഈ വാദം തെളിയിക്കുന്നതിന് വേണ്ടി അദ്ദേഹം ഉദ്ധരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നത് ഒരു പരമാർത്ഥമാണ്. അതായത് ഇസ്തിആനത്തും ബിൽ ജിന്ന് എന്ന വിഷയത്തിൽ ഷിർക്കായതും ഉണ്ട്, വസീലത്ത് ഇല ഷിർക്കായതും ഉണ്ട്, എന്നാൽ എല്ലാം ഹറാമാണ് എന്ന അവരുടെ വാദം സമർത്ഥിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല എന്നതാണ് സത്യം. മരിച്ചവരോടും വിഗ്രഹങ്ങളോടും സഹായം തേടുന്നതും ജിന്നുകളോടും മലക്കുകളോടും സഹായം തേടുന്നതും തുല്യ പരിഗണനയാണ് എല്ലാ മുഫസ്സിറുകളും നൽകിയിട്ടുള്ളത്, എല്ലാ മുഹദ്ദിസുകളും നൽകിയിട്ടുള്ളത്. അവരൊക്കെ പരാമർശിക്കപ്പെട്ടത് പടപ്പുകൾ എന്ന അർത്ഥത്തിലാണ്. അള്ളാഹുവിന് പുറമെയുള്ള പടപ്പുകൾ, അള്ളാഹുവിനോട് തേടേണ്ട കാര്യങ്ങൾ എന്ന് വെച്ചാൽ സാധാരണഗതിയിൽ സൃഷ്ടികളുടെ കൈക്ക് നടന്നു വരാത്ത കാര്യങ്ങൾ മുഴുവനും അള്ളാഹുവിനോട് മാത്രമേ തേടാവൂ എന്ന് പറയുമ്പോൾ പിന്നെ ജിന്നും മലക്കും മാത്രം അതിൽ നിന്ന് ഒഴിവാകുന്ന രീതി എങ്ങനെയാണ് എന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. മരിച്ചവരോടും വിഗ്രഹങ്ങളോടും തേടുന്നവർ വിഗ്രഹങ്ങൾ എന്ന് പറഞ്ഞിട്ടില്ലല്ലോ, മരിച്ചവർ എന്ന് പറഞ്ഞിട്ടില്ലല്ലോ എന്ന് വാദിക്കുന്നത് പോലെ തന്നെയാണ്
ബഹുമാനായ ബാബാ സാഹിബ് മുമ്പയുടെ വാദിക്കാൻ ശ്രമിച്ചത് എന്നത് നമുക്ക് അത്ഭുതം തോന്നുന്നു. ിനോടും മലക്കിനോടുമുള്ള സഹായ ചോദ്യം ഷിർക്കല്ലാത്തവയുമുണ്ട് എന്ന് അദ്ദേഹം പ്രമാണബദ്ധമായി തെളിയിച്ചു എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. ഏത് പ്രമാണത്തിൽ നിന്ന് അദ്ദേഹം വായിച്ചത് നമ്മൾ കേട്ടിട്ടില്ല. ഒരു ഖുർആന്റെ ആയത്ത് ജിന്നുകളോടും മലക്കുകളോടും സഹായം തേടുന്നതിൽ ഷിർക്കല്ലാത്തവയുണ്ട് എന്ന് പറഞ്ഞോ? അല്ലെങ്കിൽ ഏതെങ്കിലും ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഏതെങ്കിലും മുഫസ്സിറുകളോ മുഹദ്ദിസുകളോ പറഞ്ഞോ? ഇല്ലല്ലോ. പിന്നെ എന്താണ് അദ്ദേഹം പറയുന്നത്? പ്രമാണത്തിൽ നിന്ന് തെളിയിച്ചു എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ടല്ലോ. എന്ത് പ്രമാണമാണ് അവർ, എന്താണ് അവരുടെ പ്രമാണം എന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഇദാ സഅൽത ഫസ്അലില്ലാഹി വ ഇദാ ഇസ്തഅൻത ഫസ്തഈൻ ബില്ലാഹ് എന്ന് പറയുന്ന വിശുദ്ധ ഖുർആന്റെയും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനത്തെയും വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ ഇതിൽ നിന്ന് ജിന്നുകളും മലക്കുകളും ഒഴിവാണ് എന്ന് ഒരു വിഭാഗവും, ഇതിൽ നിന്ന് മരിച്ചുപോയ മഹാത്മാക്കൾ ഒഴിവാണ് എന്ന് മറ്റൊരു വിഭാഗവും, ഇതിൽ നിന്ന് വിഗ്രഹങ്ങൾ ഒഴിവാണ് എന്ന് മറ്റൊരു വിഭാഗവും വാദിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിൽ ആർക്കാണ് തെളിവുള്ളത്, തെളിവിന്റെ പിമ്പലമുള്ളത്? ആ ആയത്തിന്റെ വിശദീകരണത്തിൽ ഏതെങ്കിലും പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ മൗനം പാലിക്കുകയാണ് അവർ ചെയ്യുന്നത്. വാചക കസർത്ത് കൊണ്ട് ഓട്ടയടക്കാമെന്ന് അവർ വ്യാമോഹിക്കുന്നു. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അള്ളാഹുവിൻ്റെ തന്ത്രമാണ് ഏറ്റവും വലിയ തന്ത്രം. ആ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പ്രവർത്തിക്കുന്നവരുടെ തന്ത്രങ്ങൾക്കാണ്, അല്ലെങ്കിൽ അവരുടെ സമർത്ഥന രീതികൾക്കാണ് അള്ളാഹുവിൻ്റെ പിന്തുണയുള്ളത്. വിശുദ്ധ ഖുർആനിൻ്റെയും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും നസ്സായ വചനങ്ങൾ ഇവിടെ ഉണ്ടാകുമ്പോൾ മറ്റുള്ളവരുടെ വാക്ക് ചാതുരി കൊണ്ടോ വാചാലത കൊണ്ടോ അള്ളാഹുവിൻ്റെ മതത്തിൽ ഒരു കാര്യവും സ്വീകരിക്കപ്പെടുകയില്ലെന്ന് മാത്രമല്ല, അള്ളാഹു അതിനെ മുഴുവനും തകർത്ത് കളയുമെന്ന് അള്ളാഹു വളരെ വ്യക്തമായി തന്നെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. മുകളിൽ ഞാൻ ഓതിയ ആയത്ത് നിങ്ങൾ ഒഴിവുണ്ടാകുമ്പോൾ ഒന്ന് വായിച്ചു നോക്കാൻ ശ്രമിക്കണമെന്ന് അറിയിക്കുന്നു. സൂറത്ത് നംലിലെ 50-51 ആയത്താണ് ഞാൻ ആവശ്യകമായി ഓതിയിരുന്നത്. ഞങ്ങൾ നിന്നെ മാത്രമേ ആരാധിക്കുകയുള്ളൂ, നിന്നോട് മാത്രമേ സഹായമർത്ഥിക്കുകയുള്ളൂ എന്ന വിശുദ്ധ വചനവും, ഇദാ സഅൽത ഫസ്അലില്ലാ വ ഇദാ ഇസ്തഅൻത ഫസ്തഈൻ ബില്ലാഹ് എന്ന പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനവും നാം ഇവിടെ തെളിവായി ഉദ്ധരിച്ചു. മാത്രവുമല്ല അതിൻ്റെ മുഫസ്സിറുകൾ ഉദ്ധരിച്ച ഭാഗം നാം ഇവിടെ ഉദ്ധരിച്ചു. അള്ളാഹുവിൽ നിന്നുള്ള സഹായം സാധാരണ അള്ളാഹു നിജപ്പെടുത്തിയ കാരണങ്ങൾക്ക് അതീതമായിട്ടാണ് അള്ളാഹുവിൻ്റെ സഹായമാണെന്നും, അള്ളാഹു സൃഷ്ടികൾക്ക് വേണ്ടി നിജപ്പെടുത്തിയിട്ടില്ലാത്ത കാരണങ്ങൾ മൂലമാണ് സൃഷ്ടികളുടെ സഹായമെന്നും, അത്തരം സഹായങ്ങൾ സൃഷ്ടികളോട് തേടുന്നതാണ് അനുവദനീയമായ സഹായതേട്ടമെന്നും വിശദീകരിക്കുകയുണ്ടായി. മഹാനായ ഇമാം നവവി തങ്ങളെ പോലുള്ളവരുടെയും ഇമാം റാസി തങ്ങളുടെയും ഉദ്ധരണികൾ ഉദ്ധരിച്ചുകൊണ്ട് നാം ഇവിടെ സമർത്ഥിക്കുകയുണ്ടായി. പക്ഷേ ബാബാ സാഹിബ് ഏത് വാചകം ഉദ്ധരിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ വാദം സ്ഥാപിച്ചത് എന്ന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല. സമർത്ഥിച്ചു എന്ന് പറയുന്നുണ്ട്. മാത്രവുമല്ല മുജാഹിദ് KNM വിഭാഗത്തിൻ്റെ വാദം 2012 ശേഷം ഉണ്ടായതാണ് എന്ന് അദ്ദേഹം പറയുന്നു. എന്നാൽ 2012 മുമ്പ് ആരെങ്കിലും ജിന്നുകളോടോ മലക്കുകളോടോ വിഗ്രഹങ്ങളോടോ മരിച്ചവരോടോ സഹായം തേടുന്നത് ഷിർക്കല്ലാത്തവയായി ഉണ്ട് എന്ന് ആരെങ്കിലും പറഞ്ഞതായി ഒരു ഉദ്ധരണി അദ്ദേഹത്തിന് ഉദ്ധരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നത് വസ്തുതാപരമല്ലേ സഹോദരന്മാരെ? എന്തുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ ഈ തരത്തിലുള്ള ഒളിച്ചേടി നടത്തുന്നു എന്നാണ് നമുക്ക് അറിയാൻ താല്പര്യമുള്ളത്. എന്തിനാണ് ഇങ്ങനെയൊക്കെ മനുഷ്യരെ സന്മാർഗത്തിൽ നിന്ന് തെറ്റിച്ചു കൊണ്ടുപോകുന്നത്? ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, ഞാൻ നിന്നെ മാത്രമേ ആരാധിക്കുകയുള്ളൂ, നിന്നോട് മാത്രമേ ഞങ്ങൾ സഹായം തേടുകയുള്ളൂ എന്ന് പറയുന്ന നമ്മൾ അതിനുശേഷം അള്ളാഹുവിനോട് തേടുകയാണ് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, പടച്ചവനെ നേരായ മാർഗത്തിൽ ചൊവ്വായ മാർഗത്തിൽ ഞങ്ങൾ നീ വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നമ്മൾ, അല്ലേ? ദിനേന പല തവണ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത് ഉരുവിടാൻ നമ്മോട് കൽപ്പിക്കുന്നുണ്ട്. എന്നിട്ടും ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, എന്താണ് നേരായ പാത? അള്ളാഹു തന്നെ വിശദീകരിക്കുന്നുണ്ട്. നേരായ പാത അള്ളാഹു തന്നെ വിശദീകരിക്കുന്നത് ഇപ്രകാരമാണ്: സിറാത്തല്ലദീന അൻഅംത അലൈഹിം, നീ
നിഅമത്ത് നൽകിയവരുടെ പാതയാണ് യഥാർത്ഥ പാത. ആരാണ് അള്ളാഹു നിഅമത്ത് നൽകിയ ആളുകൾ? മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദായി വസ്സാലിഹീൻ. അല്ലേ? നാം പരമപരിശുദ്ധരായി സ്വാലിഹീങ്ങളായി അംഗീകരിക്കുന്ന, നമുക്ക് യാതൊരുവിധ അഭിപ്രായ വ്യത്യാസമില്ലാത്ത അമ്പിയാക്കൾ, അതുപോലെ തന്നെ ശുഹദാക്കൾ, സ്വാദിഖീങ്ങൾ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള അള്ളാഹുവിൻ്റെ റസൂൽ എന്ത് പറഞ്ഞോ അത് അപ്പടി ചോദ്യം ചെയ്യാതെ അംഗീകരിക്കുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ പോലുള്ളവർ, അതുപോലെ തന്നെ ശുഹദാക്കൾ, ദീനിനു വേണ്ടി അടരാടി അള്ളാഹുവിന് വേണ്ടി ജീവൻ ത്യജിച്ചവർ, പിന്നെ ദീനിൻ്റെ മാർഗത്തിൽ അടിപതറാതെ അടിയുറച്ചു നിന്നുകൊണ്ട് സത്യത്തിൻ്റെ പക്ഷത്ത് ഉറച്ചു നിന്ന, സത്യത്തിനു വേണ്ടി ജീവിച്ച, സന്മാർഗത്തിൽ ജീവിച്ച സച്ചരിതരായ മുൻഗാമികൾ. ഇവരുടെ പാതയാണ്, ഇവരുടെ പാതയിലേക്ക് നയിക്കാനാണ് നാം ആവശ്യപ്പെടേണ്ടതെന്ന് അള്ളാഹു നമ്മെ അറിയിച്ചു. അല്ലേ? അതാണല്ലോ. അപ്പോൾ ഈ ആയത്തുകളൊന്ന് കൂട്ടി വായിക്കാം നമുക്ക്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, ഞങ്ങൾ നിന്നെ മാത്രമേ ആരാധിക്കുകയുള്ളൂ, നിന്നോട് മാത്രമേ സഹായം തേടുകയുള്ളൂ എന്ന് പറയുകയും എന്നിട്ട് ആ സന്മാർഗത്തിലേക്ക് ഞങ്ങൾ നയിക്കണമേ എന്നാണ് അള്ളാഹു നമ്മളോട് പ്രാർത്ഥിക്കാൻ പറയുന്നത്. ആ സന്മാർഗം ഏതാണെന്ന് അള്ളാഹു വിശദീകരിക്കുന്നു വീണ്ടും. അല്ലേ? സിറാത്തല്ലദീന അൻഅംത അലൈഹിം മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദായി വസ്സാലിഹീൻ. ഇവരാരെങ്കിലും സഹോദരന്മാരെ ചിന്തിക്കുക, നെഞ്ഞത്ത് കൈവച്ചുകൊണ്ട് ചിന്തിക്കുക. ഈ പറഞ്ഞ അള്ളാഹുവിൻ്റെ നിഅമത്ത് വാരിക്കൂട്ടാൻ വേണ്ടി ജീവിതം മുഴുവനും ത്യജിച്ച ആളുകളായ അമ്പിയാക്കൾ, സിദ്ദീഖീങ്ങൾ, അതുപോലെ തന്നെ ശുഹദാക്കൾ, സ്വാലിഹീങ്ങൾ, ഇവരാരെങ്കിലും ജിന്നുകളോട് സഹായം തേടുന്നതിൽ ശിർക്കല്ലാത്തവയുണ്ട് എന്ന ഒരു അരവരി അവരുടെ നാവുകളിലൂടെയോ അല്ലെങ്കിൽ അവരുടെ ഗ്രന്ഥങ്ങളിലൂടെയോ നമ്മെ അറിയിച്ചിട്ടുണ്ടോ? അവരങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ടോ? അവരുടെ ജീവിത സന്ധികളിൽ എപ്പോഴെങ്കിലും അവരങ്ങനെ ചെയ്തിട്ടുണ്ടോ? ഇല്ലല്ലോ. പിന്നെ എന്തിനാണ് അവരുടെ പേരിൽ ഇതൊക്കെ വെച്ച് കെട്ടുന്നത്? സഹോദരന്മാരെ, ഇത് മുൻഗാമികളുടെ പാതയാണെന്ന് പറഞ്ഞുകൊണ്ട് എന്തിനാണ് അവരുടെ പേരിൽ ഇതൊക്കെ വെച്ച് കെട്ടാൻ നിങ്ങൾ ശ്രമിക്കുന്നത്? അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹിയെയും ഇമാം നവവി തങ്ങളെയും അദ്ദേഹം ഉപയോഗപ്പെടുത്തി. അതുപോലെ തന്നെ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയും ഹാജറ റളിയല്ലാഹു അൻഹയെയും ഇവിടെ കൂട്ടിക്കെട്ടി. പച്ചക്കള്ളവല്ലേ അത്? പറഞ്ഞു വരുന്നത് എന്താണ്? നിങ്ങളുടെ മേൽ ഇടിത്തി വീഴാത്തത് അള്ളാഹുവിൻ്റെ അപാരമായ കാരുണ്യം ഒന്നുകൊണ്ട് മാത്രമല്ലേ? വിശ്വസിച്ചവനും വിശ്വസിക്കാത്തവനും, വൈപ്പെട്ടവനും വൈപ്പെടാത്തവനും അള്ളാഹു ഇവിടെ എല്ലാവർക്കും ഒരുപോലെ ദുനിയാവിൽ ഗുണം ചെയ്യും എന്ന അള്ളാഹുവിൻ്റെ ആ വാഗ്ദാനമില്ലായിരുന്നുവെങ്കിൽ നിങ്ങളുടെ തലയിൽ ഇടിത്തി വീഴുമായിരുന്നില്ലേ സഹോദര? മഹാന്മാരായ മഹത്തുക്കളായ അമ്പിയാക്കളുടെയും ഔലിയാക്കളായ ഇമാമുമാരുടെയും പേരിലാണ് നിങ്ങൾ കളവ് ആരോപിച്ചിട്ടുള്ളത്. അവരൊക്കെ ജിന്നുകളോടും മലക്കുകളോടും തേടി എന്നാണ് നിങ്ങൾ പറയുന്നത്. നിസ്വാർത്ഥയായ ഹാജറ റളിയല്ലാഹു അൻഹയുടെ ജീവിതത്തിന്റെ ത്യാഗജലമായ ജീവിതത്തിൽ നിന്ന് നാം പഠിച്ചെടുത്തു. അള്ളാഹുവിനെ മാത്രം ആശ്രയിച്ചുകൊണ്ട്, അള്ളാഹുവിൽ മാത്രം തവക്കൽ സ്വീകരിച്ചുകൊണ്ടാണ് ആ മരുഭൂമിയിൽ, ആരാരുമില്ലാത്ത മരുഭൂമിയിൽ അവർ കഴിച്ചുകൂട്ടിയത്. അവിടെ ജിന്നോ മലക്കോ ഉണ്ടാകുമെന്ന് അവർ പ്രതീക്ഷിച്ചിട്ടില്ല ഒരിക്കലും അവരെ കാക്കാൻ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടുന്ന് അവരെ വിട്ടേച്ച് പോകുമ്പോൾ അവർ ചോദിച്ചത് എന്താണെന്ന് അറിയുമോ? നിങ്ങൾ എവിടേക്കാ പോകുന്നത്? മറുപടി പറഞ്ഞില്ല. വീണ്ടും ചോദിച്ചു, മറുപടി പറഞ്ഞില്ല. മൂന്നാമത് അവർ ചോദിച്ചു, അങ്ങേക്ക് അള്ളാഹുവിന്റെ കൽപ്പനയുണ്ടോ ഞങ്ങളെ വിട്ടേച്ച് പോകാൻ? അതെ എന്ന് അദ്ദേഹം മറുപടി പറഞ്ഞു. കണ്ടോ, അള്ളാഹുവിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ടാണ് ആ സ്ത്രീ രത്നം, ആ മഹദി അവിടെ കഴിച്ചുകൂട്ടിയത്. അവിടെ ജിന്നുണ്ടാകുമെന്ന് വിശ്വസിച്ചുകൊണ്ടല്ല, അവിടെ മലക്കുണ്ടാകുമെന്ന് വിശ്വസിച്ചുകൊണ്ടായിരുന്നില്ല. എന്നിട്ട് മലക്കിനോട് സഹായം തേടി എന്ന് അവരുടെ പേരിൽ പച്ചക്കള്ളം ഇതേപോലെ വിളിച്ചു കൂവാൻ ഇത്രയും ആയിരക്കണക്കിന് ആളുകൾ ശ്രമിക്കാൻ സൗകര്യപ്പെട്ട ഒരു വേദിയിൽ നിങ്ങൾ വിളിച്ചു പോകുന്നുവെങ്കിൽ ഇതിന്റെ ഒക്കെ പാപഭാരം നിങ്ങൾ എവിടെ കൊണ്ടുപോയി കളയും സഹോദരന്മാരെ? ഇതിന്റെയൊക്കെ പാപഭാരം നിങ്ങൾക്ക് കഴുകിക്കളയാൻ കഴിയുമോ സഹോദരന്മാരെ? എത്ര നിസ്വാർത്ഥരായ സഹോദരന്മാരാണ് നമ്മുടെ ഈ സംസാരം കേട്ടുകൊണ്ടിരിക്കുന്നത്? ജിന്നുകളെയും മലക്കുകളെയും മരിച്ചവരെയും വിളിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി വിശുദ്ധ ഖുർആനിലും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിലും തെളിവുകളുണ്ട് എന്ന് പറയാനാണോ നിങ്ങൾ ഈ സമയം ഉപയോഗിക്കുന്നത്? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ഹാജറ റളിയല്ലാഹു അൻഹ ചോദിച്ചത് എന്താണ്?
നിങ്ങളോട് ആരാണ് ഞങ്ങളവിടെ ഇട്ടേച്ച് പോകാൻ കൽപ്പിച്ചത്? അള്ളാഹു ആണ് എന്ന് മറുപടി കിട്ടിയപ്പോൾ മനസ്സമാധാനത്തോടുകൂടി ആ കുഞ്ഞിനെയും കൊണ്ട് അവിടെ ജീവിക്കുകയല്ലേ അവർ ചെയ്തത്? അല്ല ഇവിടെ മരിച്ച മഹാത്മാക്കളുണ്ട് എന്ന് അവർ വിശ്വസിച്ചോ? അല്ല ഇവർ ജിന്നുകളും മലക്കുകളും ഉണ്ടാവും ഞങ്ങളെ സഹായത്തിനെത്തുമാരെന്ന് വിശ്വസിച്ചോ? അല്ല, അള്ളാഹു ആണ്, അള്ളാഹു ഞങ്ങളെ സംരക്ഷിക്കും എന്ന അടിയുറച്ച വിശ്വാസമാണ് അവരെ സമചിത്തതയോടുകൂടി അവിടെ ജീവിക്കാൻ, ക്ഷമയോടുകൂടി അവിടെ ജീവിക്കാൻ അവരെ സന്നദ്ധരാക്കിയത് എന്ന് വിശുദ്ധ ഖുർആനും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നില്ലേ സഹോദരന്മാരെ? പിന്നെ അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹിയും ഇമാം നവവിയും ജിന്നുകളോട് തേടി എന്നാണ് ഇവർ പരാമർശിക്കുന്നത്. ഏത് കിതാബിൽ നിന്നാണ് നിങ്ങളത് ഉദ്ധരിക്കുന്നത്? അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ മഹത്വങ്ങളെ ഇവിടെ എടുത്തു പറഞ്ഞു. അദ്ദേഹത്തിന്റെ ഏതെങ്കിലും ഒരു കിതാബിൽ അത് എഴുതി വെച്ചിട്ടുണ്ടോ? ജിന്നുകളോട് തേടുന്നതിൽ ശിർക്കല്ലാത്ത വഴിയുണ്ട് എന്ന് എഴുതി വെച്ചിട്ടുണ്ടോ സഹോദര? അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മകൻ രേഖപ്പെടുത്തിയ കിതാബിൽ എഴുതിയിട്ടുണ്ടോ എന്റെ പിതാവും ജിന്നുകളെയോ മലക്കുകളെയോ വിളിച്ച് തേടിയെന്ന് എഴുതി വെച്ചിട്ടുണ്ടോ? എനിക്ക് വായിക്കൂ. അതുപോലെ തന്നെ ഇമാം നവവി എഴുതി വെച്ചിട്ടുണ്ടോ ജിന്നുകളുടെ മലക്കുകളെയും ഉദ്ദേശിച്ചാണ് ഞങ്ങൾ തേടിയതെന്ന്? എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അത് വായിക്കൂ. അതിൽ നിന്നാണ് നിങ്ങളുടെ ഈ വാദം, ഈ വികലവാദം കൂട്ടുമാട്ടി എടുത്തിരിക്കുന്നത്. ആരാണ് നിങ്ങളെ പഠിപ്പിച്ചത് ജിന്നുകളോടും മലക്കുകളോടും തേടിയാൽ ശിർക്കല്ലാത്തവയുണ്ട് എന്ന്? ആര് നിങ്ങളെ പഠിപ്പിച്ചു? ആ ഉത്തരം നിങ്ങൾ വായിക്കണം അവിടെ. പിന്നെന്താ പറഞ്ഞത്? സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ജിന്നുകളോട് തേടിയെന്ന് ആരാണ് പറഞ്ഞത്? എവിടെ നിന്നാണ് നിങ്ങൾക്കത് കിട്ടിയത്? പിന്നെ ജിന്നുകളും മലക്കുകളും ഉള്ള ഒരു സദസ്സിൽ വെച്ചാണ് അദ്ദേഹം ചോദിച്ചത്. ജിന്നുകളും മലക്കുകളും ഇല്ലാത്തൊരു സദസ്സുണ്ടോ സഹോദര? ഉണ്ടോ? ജിന്നുകളും മലക്കുകളും ഇല്ലാത്ത ഒരു സദസ്സുണ്ടോ? പക്ഷെ ആരെയാണ് സംബോധന ചെയ്തത് എന്നല്ലേ അറിയേണ്ടത്. വിശുദ്ധ ഖുർആൻ എന്താ പറയണത്? വിശുദ്ധ ഖുർആൻ എന്താ പറയണത്? ജിന്നുകളോട് തേടിയെന്നാണോ അവിടെ അള്ളാഹു പറയുന്നത്? അല്ലല്ലോ. എന്താണ് പറയണത്? ഖാല യാ അയ്യുഹൽ മലഉ അയ്യുക്കും യഅതീനി ബിഅർശിഹാ ഖബ്ല അൻ യഅതൂനി മുസ്ലിമീൻ. അദ്ദേഹം സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ഹേ പ്രമുഖന്മാരെ, അവർ കീയൊതുങ്ങിക്കൊണ്ട് എന്റെ അടുത്ത് വരുന്നതിന് മുമ്പായി നിങ്ങളിൽ ആരാണ് അവരുടെ സിംഹാസനം എനിക്ക് കൊണ്ടുവന്ന് തരിക എന്നാണ് മഹാനായ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ചോദിച്ചത്. ജിന്നുകളെ അവർ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് കീഴ്പ്പെടുത്തി കൊടുത്തിട്ടുണ്ട് എന്നത് സത്യമാണ്. ജിന്നുകൾ ഇത് കേൾക്കുന്നുണ്ട് എന്നതും സത്യമാണ്. ഇപ്പൊ നാം സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ജിന്നുകളും മലക്കുകളും കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. റഖീബ് അതീദ് എന്ന മലക്കുകൾ നമ്മുടെ സാന്നിധ്യത്തിലുണ്ടല്ലോ. അതുപോലെ തന്നെ നമ്മുടെ കീഴെ ഒരു ഖരീനി എന്ന ഒരു ജിന്ന് നമ്മുടെ കൂടെയുണ്ട് എന്ന് അല്ലാഹു റസൂൽ നമ്മളെ പഠിപ്പിച്ചിട്ടില്ലേ? ഇല്ലേ? അപ്പൊ ജിന്നുകളുടെയും മലക്കുകളുടെയും സാന്നിധ്യത്തിൽ അല്ലാതെ ചോദിക്കാൻ ആർക്കെങ്കിലും സാധിക്കുമോ? എന്ന് വെച്ച് അവരോടാണ് ചോദിക്കുന്നത്, അവരുടെ സാന്നിധ്യത്തിലാണ് ചോദിക്കുന്നത് കൊണ്ട് അവരോട് സംബോധന ചെയ്തത് ആരെയാണ് എന്നല്ലേ അറിയേണ്ടത്. അയ്യുഹൽ മലക് എന്ന അതേ വാക്ക് മഹതിയായ ബൽഖീസ് രാജ്ഞി അവിടുത്തെ പ്രമുഖരോട് ചോദിക്കുന്നതായി ഇവിടെ ഖുർആൻ തന്നെ കാണുന്ന ഖാലത്ത് യാ അയ്യുഹൽ മലഅ്തൂനി ഫി അംരി മാ കുന്തു ഖാതിഅതൻ അംറൻ ഹത്താ തശ്ഹദൂൻ. അവർ പറഞ്ഞു, ഏ പ്രമുഖന്മാരെ, ഈ കാര്യത്തിൽ നിങ്ങൾ എനിക്ക് നിർദ്ദേശം നൽകുക. നിങ്ങൾ എൻ്റെ അടുക്കൽ സന്നിഹിതരായിട്ടല്ലാതെ യാതൊരു കാര്യവും ഖണ്ഡിതമായി തീരുമാനിക്കുന്നവരല്ല ഞാൻ എന്ന് ആ ബിൽഖീസ് രാജ്ഞി അവരുടെ സന്നിധിയിലുണ്ടായിരുന്ന പ്രമുഖന്മാരോട് സംസാരിച്ചിരുന്ന ജിന്നുകളെ കീഴ്പ്പെടുത്തി കൊടുത്തിരുന്ന ബിൽഖീസ് രാജ്ഞിക്ക് അല്ലാഹു ഇല്ല. അപ്പൊ രാജസദസ്സിൽ സന്നിഹിതരായ പ്രമുഖന്മാരെ വിളിച്ചുകൊണ്ട് അവർ കാര്യം ആരായുകയാണ്, ആവശ്യങ്ങൾ ഉന്നയിക്കുകയാണ്. അത് ജിന്നുകളുടെയും മലക്കുകളുടെയും സാന്നിധ്യത്തിലാണ് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചുകൊണ്ട് അവരോട് തേടി. ജിന്നുകളുടെയും മലക്കുകളുടെയും സാന്നിധ്യത്തില്ലാതെ നമുക്ക് സംസാരിക്കാൻ കഴിയുന്നുണ്ടോ ഇവിടെ? മാ യൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്, അല്ലേ? ഒരു വാക്കും നാം ഉച്ചരിക്കുന്നില്ല അവരുടെ സാന്നിധ്യത്തിലല്ലാതെ, അവർ എഴുതി വെച്ചിട്ടല്ലാതെ. ഇത് നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു തന്നതല്ലേ. ജിന്നുകളുടെയും മലക്കുകളുടെയും സാന്നിധ്യത്തിലാണ് തേടിയത് കൊണ്ട് അവരോടാണ് തേടിയത് എന്ന് പറയാൻ ശ്രമിക്കുകയാണോ നിങ്ങൾ സഹോദര?
പിന്നെ ജിന്നുകൾ അവിടുന്ന് പ്രതികരിച്ചു എന്നത് ശരിയാണ്. കാരണം ജിബ്രീൽ പിന്നെ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ജിന്നുകളെ കീഴ്പ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്താണോ പറഞ്ഞത് കൽപ്പിച്ചത് അത് അപ്പടി സ്വീകരിക്കാൻ അള്ളാഹുവിന്റെ കൽപ്പനയുണ്ട്. അപ്പൊ തങ്ങളോടാണത് ആ കൽപ്പന അല്ലെങ്കിൽ ആ ആജ്ഞ അല്ലെങ്കിൽ ആ വെല്ലുവിളി എന്നൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ജിന്ന് പ്രതികരിച്ചു. ആ ജിന്നിനെ കൊണ്ട് കഴിയുന്ന വേഗതയിൽ കൊണ്ടുവന്ന് തരാമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ജിന്നിനോട് ആവശ്യപ്പെട്ടു എന്ന് ആരാണ് നിങ്ങൾക്ക് തഫ്സീർ എഴുതി തന്നത്? വായിക്കൂ തഫ്സീറിൽ നിന്ന്. ബഹുമാന്യരായ സഹോദരങ്ങളെ, ഇത്രയും സംസാരിച്ചത് ആരെയും വിഷമിപ്പിക്കാനല്ല, ആരെയും കുറ്റപ്പെടുത്താനല്ല. അള്ളാഹുവിൻ്റെ ദീൻ പരമപരിശുദ്ധിയോടെ ജീവിതത്തിലുടനീളം പാലിക്കാൻ കടപ്പെട്ട നാം അതിൻ്റെ വരികൾക്കിടയിലൂടെ നമ്മൾ സത്യവും അസത്യവും കൂട്ടിക്കലർത്തി ജനങ്ങളിൽ സത്യത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകാൻ കാരണമാകുന്ന വാക്കുകൾ നമ്മളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവരുത് എന്ന് അതിയായ ആഗ്രഹം കൊണ്ട് മാത്രമാണ് സത്യത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്ന വല്ല വാക്കുകൾ നമ്മുടെ സഹോദരങ്ങളിൽ നിന്നുണ്ടാകുന്നുവെങ്കിൽ അതിനെ തടയിടുക എന്ന ഏക ഉദ്ദേശം മാത്രമാണ് നമുക്കുള്ളത്. നമ്മുടെ ഈ സംസാരിച്ച എല്ലാ വിഷയത്തിലും എല്ലാ ആളുകൾക്കും സത്യം കണ്ടെത്താൻ വേണ്ടിയാണ് സംസാരിച്ചത് എന്നുണ്ടെങ്കിൽ അള്ളാഹു തക്കതായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഏതായാലും വിശുദ്ധ ഖുർആനും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസും സച്ചരിതരായ മുൻഗാമികളും പഠിപ്പിച്ചതുപോലെ അവനെ മാത്രം ആരാധിച്ചുകൊണ്ട് അവനോട് മാത്രം സഹായം അർത്ഥിച്ചുകൊണ്ട് സൃഷ്ടികളുടെ കൈക്ക് സാധാരണഗതിയിൽ നടന്നു വരാത്ത എല്ലാ കാര്യങ്ങളും അള്ളാഹുവിനോടാണ് ചോദിക്കേണ്ടത് എന്ന് മഹാനായ ഇമാം നവവി തങ്ങളും അതേപോലെ തന്നെ മഹാനായ ഇമാം റാസി തങ്ങളും നമ്മൾക്ക് വിശദീകരിച്ച് തന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇയ്യാക നഅ്ബുദു ഇയ്യാക നസ്തഈൻ എന്ന് പറയുമ്പോഴും ഇദാ സഅൽത ഫസ്അലില്ലാഹ വഇദാ ഇസ്തഅൻത ഫസ്തഈൻ ബില്ലാഹ് എന്ന ആയത്ത് ഹദീസ് വായിക്കുമ്പോഴും ഒക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ സാധാരണഗതിയിൽ മനുഷ്യരോട് അല്ലെങ്കിൽ സൃഷ്ടികളിൽ നിന്ന് സൃഷ്ടികളുടെ കൈക്ക് നടന്നു വരുന്ന കാര്യങ്ങളല്ലാത്തതെല്ലാം അള്ളാഹുവിനോടാണ്. രാത്രിയുടെ ഇരുളിൽ തപ്പിത്തെറഞ്ഞു നീങ്ങുന്ന ഒരാൾ പരിസരത്താരെയും കാണുന്നില്ല, തൊട്ടടുത്ത ശബ്ദം കേട്ടു, അത് ജിന്നായിരിക്കാമെന്ന് കരുതി എനിക്കൊരു വെളിച്ചം തരുമോ, എന്നെ ഒന്ന് സഹായിക്കാമോ? അങ്ങനെ ജീവിതത്തിൽ ഒരു ഘട്ടത്തിലും എൻ്റെയോ നിങ്ങളുടെയോ ജീവിതത്തിൽ അങ്ങനെ ഒരു ജിന്നെ ഒരു രൂപത്തിലും സഹായിച്ചതായി നമുക്ക് സാധാരണഗതിയിൽ അറിവില്ല, ആരുടെയും ചരിത്രവുമില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു സംഭവം ഇല്ല. അതുകൊണ്ട് ഇല്ലാത്ത കഥകളുണ്ടാക്കി ആ ഭാവനാപരമായ ഒരു രൂപമുണ്ടാക്കി അത് ദീനാണ്, അത് ദീനിൽപ്പെട്ടതാണ് എന്ന് പ്രചരിപ്പിക്കുന്ന അത്തരം വിശ്വാസം ഉണ്ടാക്കുന്നവരിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ സഹോദരങ്ങൾക്കും അള്ളാഹു ദിശാബോധം നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എനിക്ക് ഇതിന് അവസരം നൽകിയ അള്ളാഹുവിനെ നന്ദി പറഞ്ഞുകൊണ്ടും ഇത് വേദിയൊരുക്കിയ ഇതിൻ്റെ സംഘാടകർക്ക് അർഹമായ പ്രതിഫലം അള്ളാഹു നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഞാൻ ഈ കൊച്ചു സംസാരം അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെ സംവാദം ഇരുഭാഗത്തിൻ്റെ വിഷയാവതരണവും ഇരുഭാഗത്തിൻ്റെയും ചോദ്യങ്ങളും മറുപടികളും വളരെ നല്ല രൂപത്തിൽ അവസാനിച്ചിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. ഇനി സംവാദത്തിൻ്റെ അവലോകനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ആദ്യ അവലോകനം എന്നുള്ള നിലയിൽ ഈ ഉള്ളവന്റെ അവസരമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സഹായിക്കുമാറാവട്ടെ. ഇസ്തിആനത്തു ബിൽ ജിന്നി എന്ന വിഷയത്തിലായിരുന്നു നമ്മുടെ സംവാദം നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ ജിന്നിനോടുള്ള ഇസ്തിആനത്തിൽ ഷിർക്കായതുമുണ്ട്, വസീലത്തുൻ ഇല ഷിർക്കായതുമുണ്ട്. എന്നാൽ എല്ലാം ഹറാമാണ്. ഈ വാദത്തിൽ നിന്നുകൊണ്ടാണ് ഈ ഉള്ളവൻ സംവാദത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ജിന്നിനോടുള്ള സഹായം തേടലിൽ അത് മലക്കിനോടായാലും എല്ലാം നിരുപാധികം ഷിർക്കാണ്, എല്ലാം ഷിർക്കാണ്, ഷിർക്കല്ലാത്തതായി ഒന്നുമില്ല എന്നതാണ് മറുവാദമായി ഇവിടെ സംവാദത്തിന്റെ വ്യവസ്ഥ. അതിൽ നിന്നുകൊണ്ടാണ് സംവാദം നടന്നുകൊണ്ടിരിക്കുന്നത്. ആവർത്തനം ഒഴിവാക്കുന്നതിന് വേണ്ടി ഈ വിഷയം പഠിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് ധാരാളം ആളുകൾ ഈ സംവാദം വീക്ഷിക്കുന്നുണ്ട് എന്നറിയാം. അതുകൊണ്ട് തന്നെ ഇസ്തിആനത്തു ബിൽ ജിന്നി എന്ന വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ചില കാര്യങ്ങൾ കൂടി വിശദീകരിക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നു.
അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആനിൽ നിന്നും സ്വഹീഹായ ഹദീസുകളിൽ നിന്നും കൃത്യമായ പ്രമാണങ്ങൾ മഹാരഥന്മാരായ സലഫു സ്വാലിഹീങ്ങളുടെ മാർഗത്തിൽ നിന്നുകൊണ്ടാണ്, അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ അഖീദയിലും മൻഹജിലും നിന്നുകൊണ്ടാണ് പ്രമാണങ്ങൾ വിശദീകരിക്കേണ്ടത്. അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആനും സ്വഹീഹായ ഹദീസുകളും നമ്മുടെ തന്നിഷ്ടത്തിന് വിശദീകരിക്കാൻ പാടുള്ളതല്ല. അതാണ് ആദർശമുള്ള മുസ്ലിമീങ്ങൾ, ആദർശമുള്ള മുജാഹിദുകൾ, ആദർശമുള്ള സുന്നത്ത് ജമാഅത്തിന്റെ ആളുകൾ ചെയ്യേണ്ടുന്ന ബാധ്യത. ഈ സംവാദത്തിൽ കേന്നം ഭാഗത്ത് നിന്നുകൊണ്ട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന എൻ്റെ സുഹൃത്ത് ബഹുമാന്യനായ അബ്ദുറഹ്മാൻ സാഹിബിന് വിഷയാവതരണത്തിലും 7 ചോദ്യങ്ങളിലും 7 എൻ്റെ ചോദ്യങ്ങൾക്കുള്ള മറുപടികളിലും അദ്ദേഹത്തിൻ്റെ വാദം അദ്ദേഹത്തിന് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഒരു ആയത്ത് പറഞ്ഞുകൊണ്ട്, ഒരു സ്വഹീഹായ ഹദീസ് പറഞ്ഞുകൊണ്ട്, അതല്ലെങ്കിൽ ആധികാരികമായി ഇമാമിങ്ങളുടെ ഉദ്ധരണികൾ കൊണ്ടുവന്ന് തൗഹീദിന്റെയും ശിർക്കിന്റെയും ഇബാദത്തിന്റെയും ദുആഇന്റെയും തഅരീഫ് കൊണ്ടുവന്ന് ഇദാ ഇസ്തിആനത്തു ബിൽ ജിന്നി എന്ന വിഷയത്തിൽ ജിന്നിനോടോ മലക്കിനോടോ ഒരാൾ സഹായം തേടിയാൽ എല്ലാം ശിർക്കാണ്, ശിർക്കല്ലാത്തതായി ഒന്നുമില്ല എന്നത് ഇസ്ലാമിന്റെ കൃത്യമായ പ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹത്തിന് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. നമുക്കറിയാം, ഇസ്ലാമിലെ പ്രമാണങ്ങൾ: 1 അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ, 2 സ്വഹീഹായ ഹദീസുകൾ, 3 ഇജ്മാഅ്, 4 ഖിയാസ്. ഇത് നമുക്കറിയാം. പക്ഷേ അടിസ്ഥാനപരമായ പ്രമാണങ്ങൾ 1 അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആനും 2 സ്വഹീഹായ ഹദീസുകളും അത് ആർക്കും തന്നിഷ്ടത്തിനായി വ്യാഖ്യാനിക്കുവാൻ, വിശദീകരിക്കുവാൻ പാടുള്ളതല്ല. അങ്ങനെ ചെയ്യുന്നവരാണ് അക്കലാനികളും പുതിയ വാദക്കാരും. അതാണ് കേന്നം ഭാഗത്തു നിന്ന് 2012 ശേഷം ഇസ്തിആനത്തു ബിൽ ജിന്നി എന്ന വിഷയത്തിൽ നിന്ന് ധാരാളം വൈരുദ്ധ്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് ഈ 4 വർഷക്കാലത്തെ KJU-വിന്റെയും KNM-ന്റെയും അവരുടെ നേതാക്കന്മാരുടെ, അവരുടെ പണ്ഡിതന്മാരുടെ, പ്രബോധകന്മാരുടെ പ്രസംഗങ്ങളിൽ നിന്നും ലേഖനങ്ങളിൽ നിന്നും സംവാദങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം. ദുർവ്യാഖ്യാനങ്ങളും അതേപോലെ തന്നെ വൈരുദ്ധ്യങ്ങളും, തൗഹീദും ശിർക്കും അതിൻ്റെ മാനദണ്ഡങ്ങൾ മാറ്റി മാറ്റി പറയുന്നത് കൊണ്ട് ധാരാളം ആശയക്കുഴപ്പങ്ങളാണ് അവർക്ക് തന്നെ നിലനിൽക്കുന്നത്. എന്നാൽ ആദർശമുള്ള മുജാഹിദുകളെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ ആദർശമുണ്ട്, കൃത്യമായ പ്രമാണങ്ങളുമുണ്ട്. അതുകൊണ്ട് ആരുടെ മുന്നിലും ഈ ആദർശം അള്ളാഹുവിന്റെ ദീനുൽ ഇസ്ലാമിന്റെ സിറാത്തുൽ മുസ്തഖീം നേരായ മാർഗത്തിൽ നിന്നുകൊണ്ട് ഈ ആദർശം ആരുടെ മുന്നിലും വിശദീകരിക്കാൻ സാധിക്കുന്നതാണ്. പ്രിയമുള്ള മുസ്ലിമീങ്ങളെ, ഇസ്തിആനത്തു ബിൽ ജിന്നി എന്ന വിഷയത്തിൽ ജിന്നുകളോടുള്ള സഹായം തേടലിൽ ശിർക്കായതുമുണ്ട്, വസീലത്തുൻ ഇല ശിർക്കായതുമുണ്ട്. എന്നാൽ എല്ലാം ഹറാമാണ് എന്നതിന് എൻ്റെ വിഷയാവതരണത്തിൽ ഞാനിവിടെ ആധികാരികമായ തഅരീഫുകൾ മുഴുവൻ ഇവിടെ ഉദ്ധരിച്ചുകൊണ്ടാണ് വിശദീകരിച്ചിട്ടുള്ളത്. ആ വിഷയത്തിൽ നിന്നുകൊണ്ടാണ് 5 ചോദ്യങ്ങൾ 7 ചോദ്യങ്ങളും ഞാൻ ചോദിച്ചിട്ടുള്ളത്. എന്നാൽ KNM സംഘടനാ ഭാഗത്ത് നിന്നുകൊണ്ട് ഈ സംവാദത്തിൽ പങ്കെടുത്തിട്ടുള്ള അബ്ദുറഹ്മാൻ സാഹിബിന് എന്റെ വിഷയാവതരണത്തിൽ നിന്നുകൊണ്ട് ചോദ്യങ്ങൾ ചോദിക്കുവാനോ, ഈ വ്യവസ്ഥയിൽ നിന്നുകൊണ്ട് ചോദ്യങ്ങൾ ചോദിക്കുവാനോ അദ്ദേഹത്തിന് ഇതുവരെ സാധിച്ചിട്ടില്ല എന്നതാണ്. അദ്ദേഹം ചോദിച്ചിട്ടുള്ളതും പറഞ്ഞുകൊണ്ടിരിക്കുന്നതും ഇബാദത്തിന്റെ പരിധിയിൽ വരുന്നതും ദുആഇന്റെ പരിധിയിൽ വരുന്നതും, ആ ഇബാദത്തിന്റെയും ദുആഇന്റെയും പരിധിയിൽ വരുന്ന പ്രാർത്ഥനയുടെ പരിധിയിൽ വരുന്ന ഇസ്തിആനത്തും ഇസ്തിഗാസയുമാണ് അദ്ദേഹം വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇത് മുജാഹിദുകളുടെ ഇടയിൽ തർക്കമുള്ള വിഷയമല്ല, മുജാഹിദുകളുടെ ഇടയിൽ തർക്കമുള്ള വിഷയമാണ്. വസീലത്തുൻ ഇല ശിർക്ക് ഉണ്ടോ ഇല്ലയോ എന്നതാണ് തർക്ക വിഷയം. അതാണ് നമ്മുടെ വ്യവസ്ഥയിലുള്ളത്. ആ വിഷയത്തിൽ നിന്നുകൊണ്ടാണ്, ആ പോയിന്റിൽ നിന്നുകൊണ്ടാണ് ഈ സംവാദത്തിൽ വിഷയങ്ങളും
വിഷയങ്ങൾ അവതരിപ്പിക്കേണ്ടതും ചോദ്യങ്ങൾ ചോദിക്കേണ്ടതും മറുപടി പറയേണ്ടതും. എന്നാൽ ബഹുമാന്യനായ ഈ സംവാദത്തിൽ പങ്കെടുത്ത് സംസാരിച്ച അബ്ദുറഹ്മാൻ സാഹിബ് ഭാഗത്തു നിന്നുകൊണ്ട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന അബ്ദുറഹ്മാൻ സാഹിബിനോട് അദ്ദേഹം വിഷയം അവതരിപ്പിച്ചതിൽ നിന്ന്, അദ്ദേഹത്തിന്റെ വിഷയാവതരണത്തിൽ നിന്നുകൊണ്ടാണ്, അദ്ദേഹം ഉദ്ധരിച്ച സൂറത്തുൽ ഫാത്തിഹയിലെ ആയത്തെടുത്തുകൊണ്ടാണ്, അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഹദീസ് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തോട് തന്നെ ഈ ഉള്ളവന് മറുപടി പറയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇബാദത്തിന്റെ പരിധിയിൽ വരുന്ന, ദുആഇന്റെ പരിധിയിൽ വരുന്ന ആയത്താണ് അദ്ദേഹം ഉദ്ധരിച്ചത്, ഹദീസാണ് അദ്ദേഹം ഉദ്ധരിച്ചത്. അത് നമ്മൾ തർക്കമുള്ള വിഷയമല്ല എന്ന് അദ്ദേഹത്തിന് കൃത്യമായി ബോധിപ്പിച്ചു കൊടുക്കുകയും വസീലത്തുൻ ഇല ശിർക്ക് ഉണ്ടോ ഇല്ലയോ എന്നത് എന്റെ ചോദ്യത്തിന്റെ സമയങ്ങളിലും അതേപോലെ തന്നെ മറുപടിയുടെ സമയങ്ങളിലും അത് കൃത്യമായി ഈ സംവാദം കേൾക്കുന്നവർക്ക് വളരെ കൃത്യമായി വിശദീകരിച്ചു കൊടുത്തിട്ടുണ്ട്. ജിന്നിനോടും മലക്കിനോടുമുള്ള എല്ലാ സഹായ തേടലും ശിർക്കാണ് എന്ന് പറയുമ്പോൾ, പ്രിയമുള്ള സഹോദരന്മാരെ, പ്രിയമുള്ള മുസ്ലിമീങ്ങളെ, അത് അള്ളാഹുവിന്റെ ദീനുൽ ഇസ്ലാമിൽ പുതിയ ഹുക്ം ഉണ്ടാക്കലാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ 23 വർഷക്കാലം അവിടുന്ന് ജീവിച്ച് എന്താണ് തൗഹീദ്, എന്താണ് ശിർക്ക്, എന്താണ് ഇബാദത്ത്, എന്താണ് ദുആ, എന്താണ് പ്രാർത്ഥന, എന്താണ് ഇസ്തിആനത്ത്, എന്താണ് ഇസ്തിഗാസ, എന്താണ് ഇബാദത്താകുന്ന ഇബാദത്തിന്റെ പരിധിയിൽ വരുന്ന ഇസ്തിആനത്ത്, എന്താണ് ഇബാദത്തിന്റെ പരിധിയിൽ വരുന്ന ഇസ്തിഗാസ, ഇബാദത്തല്ലാത്ത ഇസ്തിആനത്ത് ഏതാണ്, ഇബാദത്തല്ലാത്ത ഇസ്തിഗാസ ഏതാണ് എന്നൊക്കെ അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ ശിഷ്യരായ മുഴുവൻ സഹാബികൾക്കും പഠിപ്പിച്ചു കൊടുത്തതാണ്. നമുക്ക് വളരെ കൃത്യമായിട്ടറിയാം, ഇബാദത്തിന്റെ പരിധിയിൽ വരുന്ന എല്ലാ ഇസ്തിആനത്തും സഹാബികൾ അള്ളാഹുവിനോട് മാത്രമാണ് നടത്തിയിട്ടുള്ളത്. എന്നാൽ ഇബാദത്തിന്റെ പരിധിയിൽ വരാത്ത ഇസ്തിആനത്ത് മനുഷ്യനോട് നടത്തുന്നത്, അത് അള്ളാഹുവിന്റെ റസൂലും സഹാബികളും അവിടുത്തെ മുശ്രിക്കുകളിൽ നിന്ന് സഹായം തേടിയിട്ടുണ്ട്, അവിടുത്തെ ജൂത സമൂഹത്തിൽ നിന്ന് സഹായം തേടിയിട്ടുണ്ട്, അവിടുത്തെ നുസ്രാനികളിൽ നിന്ന് ക്രിസ്ത്യാനികളിൽ നിന്ന് സഹായം തേടിയിട്ടുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ ഈ ലോകത്തോട് വിട പറയുന്ന വഫാത്താകുന്ന സന്ദർഭത്തിൽ ലോകത്തുള്ള മുഴുവൻ മുസ്ലിമീങ്ങൾക്കും അറിയാം, തർക്കമില്ല, അവിടത്തെ പടയെങ്കി അത് ഒരു ജൂതന്റെ കീഴിൽ പണയം വെച്ചിരുന്നു എന്നതാണ് നമുക്ക് വളരെ കൃത്യമായി ഏതൊരു മുസ്ലിമിനും അറിയുന്ന കാര്യമാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, എന്നാൽ ഇസ്ലാമിക ലോകത്ത് മറഞ്ഞ അദൃശ്യ സൃഷ്ടികളായ മനുഷ്യരുടെ ഇന്ദ്രിയങ്ങൾക്ക് അറിയാൻ സാധിക്കാത്ത, എന്നാൽ അള്ളാഹും റസൂലും പഠിപ്പിച്ചു തന്ന രൂപത്തിൽ മാത്രം മനസ്സിലാക്കാൻ സാധിക്കുന്ന ജിന്നുകളും മലക്കുകളും, ഈ ജിന്നുകളും മലക്കുകളും ഒരു മനുഷ്യന് എന്തെങ്കിലും ഒരു പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ അതല്ലെങ്കിൽ ഏതൊരവസ്ഥയിലും ജിന്നുകളോടോ മലക്കുകളോടോ വല്ല സഹായം ചോദിക്കുവാനോ ഏതെങ്കിലും ഒരു ഇടപാട് നടത്തുവാനോ ഒരു മനുഷ്യനും ഒരു മുസ്ലിമിനും ഇസ്ലാമിൽ തെളിവില്ല, പ്രമാണങ്ങളിൽ തെളിവില്ല, പ്രവാചക തിരുമേനിയിൽ മാതൃകയില്ല. ജിന്നിനോടും മലക്കിനോടും സഹായം ചോദിക്കുവാനോ അവരുമായി എന്തെങ്കിലും ഇടപാട് നടത്തുവാനോ അവരുമായി എന്തെങ്കിലും ബന്ധങ്ങൾ സ്ഥാപിക്കുവാനോ അവരിൽ നിന്ന് എന്തെങ്കിലും പ്രതീക്ഷിക്കുവാനോ ഇസ്ലാമിൽ യാതൊരു തെളിവുമില്ല. അതുകൊണ്ടാണ് മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിക വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ജിന്നിനോടും മലക്കിനോടും, അത് ഹയ്യും ഹാദിറും ഖാദിറുമായ ജിന്നിനോടും മലക്കിനോടും, അത് ജനവാസമുള്ള സ്ഥലങ്ങളിലാവട്ടെ അതല്ലെങ്കിൽ ഒഴിഞ്ഞ മരുഭൂമിയിലാവട്ടെ, എവിടെയാണെങ്കിലും ജിന്നുകളോടും മലക്കുകളോടും ഒരു നിലക്കുമുള്ള സഹായ ചോദ്യവും സഹായം പ്രതീക്ഷിക്കുവാനും പാടുള്ളതല്ല. അത് ഹറാമാണ്, ഇസ്ലാം വിരോധിച്ചിരിക്കുന്നു. അള്ളാഹു പഠിപ്പിച്ചിട്ടില്ല, അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചിട്ടില്ല, സ്വഹാബികൾ പഠിപ്പിച്ചിട്ടില്ല, താബിഈങ്ങൾ പഠിപ്പിച്ചിട്ടില്ല, തബഉ താബിഈങ്ങൾ പഠിപ്പിച്ചിട്ടില്ല, അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ അഖീദയിലും മൻഹജിലും ഇല്ല, മഹാന്മാരായ സലഫ് സ്വാലിഹീങ്ങളിൽ മാതൃകയില്ല. അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനും സ്വഹീഹായ ഹദീസുകളും ഇസ്ലാമിലെ കൃത്യമായ പ്രമാണങ്ങൾ
നമ്മുടെ തന്നിഷ്ടത്തിനനുസരിച്ച് കൊണ്ട് വിശദീകരിക്കുവാനോ വ്യാഖ്യാനിക്കുവാനോ പാടുള്ളതല്ല എന്ന് ഈ ഉള്ളവൻ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. അള്ളാഹുവിന്റെ കൃത്യമായ പ്രമാണങ്ങൾ മഹാന്മാരായ സലഫുസ് സ്വാലിഹീങ്ങളുടെ മാർഗത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ വിശദീകരിക്കേണ്ടത്. ഉത്തമ നൂറ്റാണ്ടിൽ ജീവിച്ചവർ, പൂർവികരായ സച്ചരിതരുടെ മാർഗത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ വിശദീകരിക്കേണ്ടത്. അതാണ് ആദർശമുള്ള മുജാഹിദുകൾ സ്വീകരിക്കുന്ന നിലപാട്. എന്നാൽ 2012 ശേഷം കേരള നദ്വത്തുൽ മുജാഹിദീൻ, കേരള ജമിയത്തുൽ ഉലമ പുതിയ ഒരു ഹുക്ം കൊണ്ടുവന്നു. ഷിർക്കല്ലാത്ത ഒരു കാര്യം അത് ഷിർക്കാണ് എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞു. അതിന് ഫത്വ കൊണ്ടുവന്നു. എന്തിനു വേണ്ടിയായിരുന്നു അത് നടത്തിയിരുന്നത്? 2012 KNMന്റെ സംഘടനാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഒരു കോക്കസ് വിഭാഗം രൂപപ്പെടുകയും ആ കോക്കസ് വിഭാഗത്തിന്റെ കീഴിൽ KNM എന്ന സംഘടനയും കേരള ജമിയത്തുൽ ഉലമ എന്ന പണ്ഡിത സഭയും വരണം. ആ സ്വാർത്ഥ താല്പര്യങ്ങൾ, ഭൗതിക താല്പര്യങ്ങൾ സ്ഥാപിക്കുന്നതിന് വേണ്ടിയാണ് ഒരു പുതിയ ഹുക്മ 2012 KNM KJU കൊണ്ടുവന്നത്. അത് മടവൂരി വിഭാഗം കൊണ്ടുവന്ന ഹുക്മായിരുന്നു. അതേ അഖലാനിയത്തിൽ നിന്നുകൊണ്ടാണ് ഈ കോക്കസ് വിഭാഗം ഈ ഹുക്മ കൊണ്ടുവന്ന് 4 വർഷക്കാലമായി അഖലാനിയത്ത് യുക്തിവാദങ്ങൾ ഈ വിഷയത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്രിയമുള്ള മുസ്ലിമീങ്ങളെ, എത്ര ഗൗരവമുള്ള വാദമാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനെ തള്ളിക്കളയുന്നു, സ്വഹീഹായ ഹദീസുകളെ തള്ളിക്കളയുന്നു, മഹാന്മാരായ സലഫുസ് സ്വാലിഹീങ്ങളെ തള്ളിക്കളയുന്നു, അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ അഖീദയും മൻഹജും തള്ളിക്കളയുന്നു. നമുക്ക് പരിശോധിക്കാം. പ്രിയമുള്ള സഹോദരങ്ങളെ, ജിന്നിനോടും മലക്കിനോടുമുള്ള എല്ലാ സഹായ ചോദ്യങ്ങളും ശിർക്കാണ് എങ്കിൽ, പ്രിയമുള്ള സഹോദരങ്ങളെ, നമുക്ക് പ്രമാണങ്ങൾ പരിശോധിക്കാം. സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം ജിന്നുകളെ അള്ളാഹു കീഴ്പ്പെടുത്തി കൊടുത്തു. ആ ജിന്നുകളോട് സുലൈമാൻ നബി സഹായം ചോദിച്ചിട്ടുണ്ട്, സഹായം തേടിയിട്ടുണ്ട്. സാധാരണ നിലക്കുള്ള സഹായം, കാരണം അത് അള്ളാഹു അനുവദിച്ചു കൊടുത്തതാണ്. ജിന്നിനോടുള്ള സഹായം തേടൽ ഷിർക്കാണ് എങ്കിൽ, ജിന്നിനോടുള്ള സഹായം തേടൽ മുഴുവനും എല്ലാം ഷിർക്കാണ് എങ്കിൽ, ആ ഷിർക്കായ ഒരു കാര്യം എങ്ങനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്ജിസത്തായി സുലൈമാൻ നബിക്ക് ജിന്നുകളെ എങ്ങനെയാണ് കീഴ്പ്പെടുത്തി കൊടുക്കുക? അത് മനസ്സിലാക്കണം, പഠിക്കണം നമ്മൾ. നമുക്കറിയാം, ബൽഖീസ് രാജ്ഞിയുടെ കൊട്ടാരം കൊണ്ടുവരുന്നതുമായി സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ അറിവും തന്റെ കഴിവും തന്റെ പ്രവാചകത്വവും തന്റെ അനുയായികളെ, തന്റെ സൈന്യങ്ങളെ ബോധിപ്പിക്കുന്നതിന് വേണ്ടി ജിന്നുകളും ജിന്നുകളുടെ കൂട്ടത്തിലുള്ള മല്ലന്മാരും ഇരിക്കുന്ന സദസ്സിനോട് മഹാനായ പ്രവാചകൻ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം സംവദിച്ചത് നമുക്ക് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ അവിടുന്ന് പഠിപ്പിക്കുന്നുണ്ട്. ജിന്ന് പറയുന്നുണ്ട്, സുലൈമാൻ നബിയെ, അങ്ങേക്ക് ഞാൻ കൊണ്ടുവന്ന് തരാം എന്നൊക്കെ പറയുന്നുണ്ട്. ആധികാരികമായ മുഫസ്സിരീങ്ങൾ മുഴുവനും വിശദീകരിക്കുന്നു. ഭൂരിപക്ഷമുള്ള മുസ്ലിമീങ്ങൾ പറഞ്ഞിട്ടുള്ളത്, 99% മുഫസ്സിരീങ്ങളും പറഞ്ഞിട്ടുള്ളത്, അള്ളാഹുവിന്റെ വേദഗ്രന്ഥത്തിൽ വിജ്ഞാനമുള്ള അറിവുള്ള പ്രവാചകനായ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിനോട് ദുആ ചെയ്യുകയും ആ ബൽഖീസ് രാജ്ഞിയുടെ കൊട്ടാരം മുഅ്ജിസത്തിന്റെ അടിസ്ഥാനത്തിൽ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ എത്തിച്ചു കൊടുക്കുകയും ചെയ്തു. പ്രിയമുള്ള മുസ്ലിമീങ്ങളെ, ഹാജറ ബീവിയുടെ ചരിത്രം നമുക്കറിയാം, ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. ഹജ്ജുമായി ബന്ധപ്പെട്ട ചരിത്രമാണ്. ഹാജറ ബീവി അവിടുന്ന് തന്റെ കുഞ്ഞിന് വെള്ളമില്ല, ഭക്ഷണമില്ല, സഫാ മർവക്കിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും 7 പ്രാവശ്യം ഓടുകയാണ്.
മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ആളുകളില്ലാത്ത മരുഭൂമിയായ കുന്നും മലയായി കിടക്കുന്ന ആ പ്രദേശത്ത് അവരെ നിർത്തിക്കൊണ്ട് ഇബ്രാഹിം നബി പോവുകയാണ്. ഹാജറ ബീവി ചോദിക്കുകയാണ്, ഇബ്രാഹിം നബിയെ, അള്ളാഹുവിന്റെ തീരുമാനമാണോ ഞങ്ങളെ ഇവിടെ നിർത്തി അങ്ങ് പോകുന്നത്? ഇബ്രാഹിം നബി ഹാജറ ബീവിയോട് മറുപടി പറയുകയാണ്, ഹാജറ, അള്ളാഹുവിന്റെ തീരുമാനപ്രകാരമാണ് ഞാൻ പോകുന്നത് എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അവിടുന്ന് പഠിപ്പിക്കുന്നു. അങ്ങനെ 7 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയാണ്, കരഞ്ഞുകൊണ്ട് വിഷമിച്ചുകൊണ്ട്. തന്റെ കുഞ്ഞിങ്ങനെ കാലിട്ടടിച്ചുകൊണ്ട് കരയുകയാണ്. ആ സമയത്ത് അതാ ഒരു ശബ്ദം കേൾക്കുന്നു. ആ ശബ്ദം കേൾക്കുമ്പോൾ ആ ശബ്ദം ആരാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ ശബ്ദം ശ്രദ്ധിച്ചുകൊണ്ട് തിരിയുകയാണ്, ചോദിക്കുകയാണ്. അപ്പോൾ അത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം, ജിബ്രീൽ എന്ന മലക്കാണ് എന്ന് പറയുന്നു. ആ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അവിടുന്ന് സഹായം ചോദിക്കുന്നു. അഗ്സിനി, എന്നെ സഹായിക്കണേ എന്ന് ആവശ്യപ്പെടുന്നു. അത് ഇബാദത്തിന്റെയും ദുആഇന്റെ പരിധിയിൽ വരുന്ന സഹായമല്ല. തന്റെ മുന്നിലുള്ളൊരു മലക്കിനോട്, ജിബ്രീലിനോടാണ് സഹായം ചോദിക്കുന്നത്. അത് അള്ളാഹുവിന്റെ തീരുമാനമാണ്. അത് അള്ളാഹുവിന്റെ കറാമാത്തുകളിൽപ്പെട്ട കാര്യമാണ്. അവിടുന്ന് വെള്ളം ചോദിക്കുന്നു. ഇസ്മായിൽ എന്ന കുഞ്ഞ് കാലിട്ടടിക്കുന്ന ആ ഭാഗത്തേക്ക് കാണിച്ചു കൊടുക്കുന്നു. ഉറവ പൊട്ടുന്നു. അതിനോട് അടങ്ങാൻ വേണ്ടി ആവശ്യപ്പെടുന്നു, സംസം എന്ന്. ഈ ചരിത്രത്തെ നിഷേധിക്കാൻ സാധിക്കുമോ? ജിന്നുകളോടുള്ള എല്ലാ സഹായ ചോദ്യങ്ങളും, ജിന്നുകളോടുള്ള എല്ലാ സഹായ തേടങ്ങളും, ജിന്നിനോടും മലക്കിനോടുമുള്ള എല്ലാ സഹായം തേടലും ശിർക്കാണ് എന്ന് പറയുമ്പോൾ മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം ശിർക്ക് ചെയ്തു എന്ന് പറയേണ്ടി വരില്ലേ? ഹാജറ ബീവി ശിർക്ക് ചെയ്തു എന്ന് പറയേണ്ടി വരില്ലേ? കേന്നം സംഘടനാവാദികളെ, നിങ്ങൾ വിശദീകരിക്കണം. അള്ളാഹുവിന്റെ ദീന് കൊണ്ടാണ് നിങ്ങൾ കളിക്കുന്നത്. പ്രിയമുള്ള മുസ്ലിമീങ്ങളെ, നമുക്കറിയാം, യാ ഇബാദല്ലാഹ് അഈനൂനി, യാ ഇബാദല്ലാഹ് അഗീസൂനി എന്ന ദുർബലമായ ഹദീസ് കേരളത്തിലെ മുജാഹിദുകൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് വിവാദമായത് നിങ്ങൾക്കറിയാമല്ലോ. ഇമാമു സുന്ന എന്ന് ലോകത്തറിയപ്പെടുന്ന മഹാനായ ഇമാമാണല്ലോ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹ്. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹ് അതേപോലെ തന്നെ ഇസ്ലാമിക ലോകത്തെ 2ാം ഷാഫിഈ എന്നറിയപ്പെടുന്ന മഹാനായ ഇമാം, ലോകത്തിന് ധാരാളം ഇസ്ലാമിക വിജ്ഞാനങ്ങൾ, ധാരാളം ഗ്രന്ഥങ്ങളിലൂടെ അറിവുകളിലൂടെ സമ്മാനിച്ചിട്ടുള്ള ഇമാം നവവി റഹിമഹുല്ലാഹ് മഹാനായ ഇമാമാണ്, പണ്ഡിതനാണ്. ഈ 2 ഇമാമീങ്ങളും പണ്ഡിതന്മാരും യാ ഇബാദല്ലാഹ് എന്ന ദുർബലമായ ഹദീസ് നമുക്ക് ദുർബലമാണ്. ഈ 2 ഇമാമീങ്ങൾക്കും ആ ഹദീസിന്റെ മത്തിനെ പരിശോധിച്ച് അഹ്ലു സുന്നത്തിന്റെ സകല പണ്ഡിതന്മാരും ഇമാമീങ്ങളും അതിൽ ശിർക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇമാം അഹ്മദ് ബിൻ ഹംബലും ഇമാം നവവിയും ഈ ഹദീസ് സ്വഹീഹാണ് എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട്, അതായത് ഈ ഹദീസ് സ്വഹീഹാണ് എന്ന് അവരുടെ ഗവേഷണങ്ങളിൽ നിന്ന് അവർ മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ അവർ അമൽ ചെയ്തു. അവർക്ക് അതിന് അള്ളാഹുവിന്റെ അടുത്തവർക്ക് കൂലിയുണ്ട്. അവർ ഗവേഷകന്മാരാണ്, അവർക്ക് കൂലിയുണ്ട്. അവർ ഇജ്തിഹാദ് ചെയ്തതിന് അവർക്ക് കൂലിയുണ്ട്. അവർക്ക് തെറ്റിക്കഴിഞ്ഞാലും കൂലിയുണ്ട്. ശരിയായ 2 പ്രതിഫലമുണ്ട്, തെറ്റിക്കഴിഞ്ഞാൽ 1 പ്രതിഫലമുണ്ട്. നമുക്കതില്ല. ആ മഹാന്മാരായ ഇമാമിങ്ങൾ, ഇമാം അഹ്മദ് ബിൻ ഹംബലും ഇമാം നവവി റഹിമഹുല്ലാഹ്, ഈ ഹദീസ് സഹിയാണ് എന്ന് അവർ മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ അവർ അമൽ ചെയ്തു. മഹാനായ ഇമാം അഹ്മദ് ബിൻ ഹംബൽ ഹജ്ജിന് പോയ സന്ദർഭത്തിൽ മരുഭൂമിയിൽ ഒറ്റപ്പെട്ടപ്പോൾ യാ ഇബാദല്ലാഹ്, അല്ലാഹുവിന്റെ അടിമകളെ എനിക്ക് വഴി കാണിച്ചു തരണേ എന്നാവശ്യപ്പെട്ടപ്പോൾ
അദ്ദേഹം വഴിയിൽ എത്തിപ്പെട്ടു. അദ്ദേഹത്തിന്റെ മകനാണ് ഈ വിഷയം ഇസ്ലാമിക ലോകത്തിന് സമർപ്പിക്കുന്നത്. അതേപോലെ തന്നെ ഇമാം നവവി റഹിമഹുല്ല അവിടുന്ന് വിശദീകരിക്കുന്നു, ഒരാളുടെ യാത്രാവാഹനം നഷ്ടപ്പെട്ടപ്പോൾ അള്ളാഹുവിന്റെ അടിമകളെ, ആ വാഹന മൃഗത്തെ പിടിച്ചു കെട്ടൂ എന്നവിടുന്ന് പറഞ്ഞപ്പോൾ ആ വാഹന മൃഗത്തെ തിരിച്ചു ലഭിച്ചു. പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിനോട് മാത്രം നടത്തേണ്ടുന്ന ഇസ്തിആനത്ത്, പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഇസ്തിആനത്ത്, അള്ളാഹുവിനോട് മാത്രം നടത്തേണ്ടുന്ന ഇസ്തിആനത്ത്, അള്ളാഹുവിൽ നിന്ന് മാത്രം പ്രതീക്ഷിക്കുന്ന ഇസ്തിആനത്ത്, അത് ഇബാദത്തിന്റെയും ദുആഇന്റെയും പരിധിയിൽ വരുന്നു. മലക്കുകളല്ലാത്ത അള്ളാഹുവിന്റെ സൈന്യവും അള്ളാഹുവിന്റെ ഭൂമിയിലുണ്ട്. സഹായം ചോദിക്കേണ്ട അള്ളാഹുവിനോടാണ് ഇബാദത്തിന്റെ പരിധിയിൽ വരുന്ന സഹായം. എന്നാൽ ഇബാദത്തിന്റെ പരിധിയിൽ വരാത്ത, ദുആഇന്റെ പരിധിയിൽ വരാത്ത സഹായമാണ് ഇമാമിങ്ങൾ അവിടുന്ന് ചോദിച്ചിട്ടുള്ളത്, തേടിയിട്ടുള്ളത്. യാ ഇബാദല്ലാഹ്, അല്ലാഹുവിന്റെ അടിമകളെ, ജീവിച്ചിരിക്കുന്ന അടിമകളെ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പ്രിയമുള്ളവരെ, KNMന്റെ ഈ പുതിയ വാദപ്രകാരം ഷിർക്കിന് 2012 തൗഹീദിനും ഷിർക്കിനും പുതിയ ഹുക്മ നൽകിയതിന്റെ പേരിൽ ഈ KNM സംഘടനാവാദികൾക്ക് ഇമാം അഹ്മദ് ബിൻ ഹംബൽ ഷിർക്ക് ചെയ്തു, ഇമാം നവവി റഹ്മഹുല്ല ഷിർക്ക് ചെയ്തു എന്ന് മൂവാറ്റുപുഴ സംവാദത്തിൽ വെച്ചുകൊണ്ട് ഈ KNMന്റെ പ്രബോധകനായ പണ്ഡിതനായ ഹനീഫ് സുല്ലമി കായക്കൊടിക്ക് സമ്മതിക്കേണ്ടി വന്നു. ഇമാമിങ്ങൾക്ക് തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് KNMന് ബാധകമല്ല, KJUവിന് ബാധകമല്ല എന്ന് പറയേണ്ട ഗതികേടിലേക്ക് ഈ KNM സംഘടനാവാദികളും KJUവിന്റെ സംഘടനാവാദികളും എത്തിപ്പെട്ടില്ലയോ? എവിടെയാണ് ഇവരുടെ അഖലാനിയത്ത്? നഊദു ബില്ലാഹ്, അല്ലാഹു കാത്തു രക്ഷിക്കുമാറാവട്ടെ. ഇത്തരം ഷർറിൽ നിന്ന് കാത്തു രക്ഷിക്കുവാൻ മുജാഹിദുകൾ എന്ന് മേനി പറഞ്ഞുകൊണ്ട് ഇസ്ലാമിക ലോകത്തെ ഫിത്ന ഉണ്ടാക്കാൻ ഇറങ്ങി തിരിച്ചിട്ടുള്ള 2002 ശേഷം മടവൂരി വിഭാഗവും 2012 ശേഷം ഈ KNM വിഭാഗവും ഇവരുടെ ഷർറിൽ നിന്ന് മുസ്ലിമീങ്ങളെ, മുജാഹിദുകളെ, സുന്നികളെ, സലഫ് സ്വാലിഹീങ്ങളുടെ മാർഗത്തിൽ നിൽക്കുന്ന സലഫികളെ, സുന്നികളെ, അള്ളാഹുവിനോട് ദുആ ചെയ്യണേ. ഇത്തരം ഷർറുകളിൽ നിന്ന് കാവൽ തേടിക്കൊണ്ട് മുസ്ലിമീങ്ങളെ അള്ളാഹുവിനോട് ദുആ ചെയ്യണേ. മുവഹിദീങ്ങൾ അള്ളാഹു സഹായിക്കും. മുവഹിദീങ്ങൾ മാത്രമാണ്, തൗഹീദ് ശരിയായ മുസ്ലിമീങ്ങൾ മാത്രമാണ് അള്ളാഹുവിന്റെ പരലോകത്തെ രക്ഷപ്പെടുന്നത്, അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നത്. അള്ളാഹു ഇരുലോകത്തും നമ്മളെ വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഹക്ക് ഹക്കായി മനസ്സിലാക്കുവാനും അത് സന്തോഷത്തോടു കൂടി സ്വീകരിക്കുവാനും അത് സത്യം അറിയാത്തവർക്ക് എത്തിച്ചു കൊടുക്കുവാനും ബാത്തിൽ ബാത്തിനായി തിരിച്ചറിയുവാനും അസത്യങ്ങളെ അസത്യമായി തിരിച്ചറിഞ്ഞ് അസത്യങ്ങളെ ബാത്തിലിനെ തള്ളിക്കളയുവാനും നമുക്കെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി